ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് ദൈവം ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ്. നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ കാലങ്ങളായി ഞങ്ങൾ ധ്യാനങ്ങളും ശുശ്രൂഷകളൊക്കെ ഒരുപാട് കൂടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടല്ലാതെ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകാനിടയാകരുത്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അതാണ് ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് വരും. ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവ മഹത്വം നമ്മിൽ നിറയണം. ആഗ്രഹിക്കുന്നവർ പറ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏക പരിഹാരം അവൻ ഇങ്ങനെ ഇവിടെ വന്ന് ഇവിടെ നിറഞ്ഞു നിൽക്കണം. ഇങ്ങനെ ഒന്ന് തൊടണം, അവൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം, അവനെന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതായിട്ടൊന്ന് കാണണം. അത് മതി, എല്ലാത്തിനും ഏക പരിഹാരമാണ്. അതനുഭവിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ ഈ ദിവസത്തെ സമാപിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു കൃപ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ഒരു കൃപ, ദൈവ സാന്നിധ്യം നമ്മൾ കർത്താവെ ഒന്നുകൂടെ ഒന്ന് ജ്വലിപ്പിച്ചെടുക്കുക. കാരണം കുറേ അറിവുകൾ നമുക്കുണ്ട്. ബൈബിളിനെക്കുറിച്ചും ബൈബിളിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിവുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ദൈവം തൊടുന്ന ഒരനുഭവം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നമ്മൾ എടുക്കുന്നൊരു വചനം കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വചനമാണ്. കൊളോസ്യർ 1:27. ആ വചനമൊന്ന് ഉറക്കെ വായിച്ചുകൊണ്ട് നമ്മൾ ഈ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഈ സന്ധ്യയിൽ ഈ ദിവസം നമുക്ക് സമാപിപ്പിക്കാം. വായിക്കാം. കൊളോസ്യർ 1, ഇങ്ങേറ്റത്ത് ഇവിടെ അതാണ് 1:27. ഈ രഹസ്യത്തിൻ്റെ മഹത്വം അല്ല, 26 മുതലാണ് വായിക്കാം. 26 മുതൽ. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധയോടൊന്നുകൂടെ വായിക്കാം. 26-27. അതായത് ഉറക്കൊന്ന് വായിക്കാമോ? യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ ചിന്തിക്കുന്ന വചനം ഇതാണ്: ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഇത് ആഴമുള്ള ഒരു ബോധ്യമാണ്. ഈ ബോധ്യം നമുക്ക് കിട്ടിയാൽ
നമ്മുടെ ജീവിതം ധന്യമാകും, നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും. അതുകൊണ്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ അസ്, ഇതിനു വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വചനമാണ് നമ്മൾ വായിച്ചത്. കൊളോസ്യർ 1:26-27. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം. ഇതൊരു രഹസ്യമാണ്, ഇതൊരു സീക്രട്ടാണ്. സീക്രട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സീക്രട്ട് ഉണ്ടല്ലോ അല്ലേ? സീക്രട്ട് ഇതാരോടും പറയില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തെയ്യാമ്മയോട് പറയുമല്ലോ. തെയ്യാമ്മ എന്നിട്ട് അന്നമ്മയോട് എന്ന് പറഞ്ഞിട്ട് പറയും, ആരോടും പറയില്ലേ. ഇങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ പേരാണ് രഹസ്യം, സീക്രട്ട്. അതല്ല ബൈബിളിലെ രഹസ്യം. ബൈബിളിലെ രഹസ്യം എന്ന് പറയുന്നത് അത് മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരോടും പറയാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പറയാതിരിക്കരുത്. അതാണ് ബൈബിളിലെ രഹസ്യവും നമ്മുടെ സീക്രട്ടും തമ്മിലുള്ള വ്യത്യാസം. ബൈബിളിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരോടും പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ രഹസ്യം. എന്നിട്ട് പറയുകയാണ്, ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ആർക്ക്? വിശുദ്ധർക്ക് എന്ന് പറഞ്ഞാൽ ആരാ വിശുദ്ധര്? ലോകത്തിൽ വിജാതീയരും വിശുദ്ധരുമുണ്ട്. വിജാതീയരെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കാത്തവർ. അങ്ങനെയെങ്കിൽ സഭയിലും വിജാതീയരുണ്ട്. ഇതുവരെയും യേശു ക്രിസ്തു ആരാണെന്നോ അവരെന്തിനാണെന്നോ വന്നതെന്നറിയാതെ ബഹളം ഉണ്ടാക്കി നടക്കുന്നവരുണ്ട്. അവരാണ് വിജാതീയർ സഭയിൽ. ഇപ്പോൾ സഭയ്ക്കകത്തുമാരുണ്ട്, വിജാതീയരുണ്ട്. എന്നാൽ വിശുദ്ധരുമുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് മതിയേ എന്ന് കരുതി തമ്പുരാനേന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന പാവപ്പെട്ട മനുഷ്യരായ നമ്മളെപ്പോലുള്ള സാധുക്കൾ. അപ്പോൾ വിശുദ്ധരുമുണ്ട്, വിജാതീയരുമുണ്ട് സഭയിൽ. അപ്പോൾ ഈ വിശുദ്ധർക്കും വിജാതീയർക്കും ദൈവം ഒരുപോലെ ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ രഹസ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ദൈവം തൻ്റെ ചങ്കിൽ കാലങ്ങൾക്ക് മുൻപേ ശേഖരിച്ചു വെച്ച ഒരു രഹസ്യമാണ്. എന്ന് പറഞ്ഞാൽ യുഗങ്ങളുടെ ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യുഗങ്ങൾ ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം ചങ്കിൽ സൂക്ഷിച്ച ഒരു രഹസ്യമായത്. തലമുറകളുടെ ആരംഭം മുതലേ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം ഈ ഹൃദയത്തിൽ ചങ്കിൽ സൂക്ഷിച്ചു വെച്ച ഒരു മിസ്റ്ററിയാണിത്. അപ്പോൾ ഇത് ചില്ലറ കാര്യമല്ല കേട്ടോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത്. നിസ്സാര ഒരു കാര്യമല്ല. തലമുറകളുടെയും യുഗങ്ങളുടെയും ആരംഭം മുതൽ ദൈവം തൻ്റെ കരളിൽ സൂക്ഷിച്ച ഒരു മിസ്റ്ററി, ഒരു രഹസ്യം. അങ്ങനെയെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാമോ, പൗലോസ്ലീഹ ആദ്യം എഴുതിയ ഒരു ലേഖനമാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം. ഈ ആദ്യത്തെ ലേഖനത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ കോറിയിടുന്ന, പൗലോസ്ലീഹ കുറിച്ചു വെക്കുന്ന ഒരു പ്രധാന പാഠമാണ് തലമുറകളുടെയും യുഗങ്ങളുടെയും ആരംഭം മുതൽ ദൈവം തൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരുന്ന രഹസ്യം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിലും ശ്രേഷ്ഠമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഈ രഹസ്യം മനസ്സിലായാൽ വിജാതീയര് സത്യം അറിയും. വിജാതീയരെന്തുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളെ വേണ്ടാന്ന് വെക്കുന്നേ, നമ്മളിട്ട് ഞോണ്ടുന്നേ? ഈ രഹസ്യം നമ്മൾ പറയുന്നില്ല. ഹല്ലേലൂയ. ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടിരിക്കും. അതായത് ഈ രഹസ്യം വിജാതീയരുടെ ഇടയിൽ വളരെ ശ്രേഷ്ഠമാണെന്ന ബൈബിൾ പറയുക. വിജാതീയരും ഈ രഹസ്യം വളരെ ശ്രേഷ്ഠമായിട്ടെടുക്കും. കാരണം എന്തെന്നറിയോ? ഈ രഹസ്യം അത്രമേൽ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു രഹസ്യമാണ്. ബൈബിളിൻ്റെ പൊരുള, പുതിയ നിയമത്തിൻ്റെ കാതല, പുതിയ നിയമത്തിൻ്റെ
അടിത്തറയാണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ബൈബിൾ മനസ്സിലായി, ഇത് മനസ്സിലായാൽ പുതിയ നിയമം മനസ്സിലായി, ഇത് മനസ്സിലായാൽ എല്ലാം മനസ്സിലായി. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തുമില്ല, വെറുതെ നമ്മൾ വന്നിരുന്നിട്ട് പോവുകയും ചെയ്യും. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം സ്നേഹമുള്ളവരെ, ശ്രദ്ധിക്കണേ, ഈ രഹസ്യം വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്. ഈ രഹസ്യം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ ദൈവം മറച്ചു വച്ചിരുന്ന രഹസ്യമാണ്. ഇത് വിശുദ്ധർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, വിജാതീയർക്കും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ രഹസ്യമാകട്ടെ. എന്താ ഈ രഹസ്യം? വായിച്ചു. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. ഇതാണ് ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ, ഇനിമേൽ അൾത്താരയിലല്ല, ഇനിമേൽ ഈ ദിവ്യകാരുണ്യ അപ്പത്തിലല്ല, ഇനിമേൽ നാം അനുഭവിക്കേണ്ട ക്രിസ്തു ഇവിടെ. ഇങ്ങനൊരനുഭവം ഒരിക്കലെങ്കിലും തൊട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എഴുതി വെച്ച് തരാം, നിങ്ങളുടെ ജീവിതം പരാജയപ്പെടില്ല. ഈ ഒരു അനുഭവം ഒരിക്കലെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയിട്ടുള്ളവരെ ഞാൻ പറയും, ജീവിതത്തിൽ ഒരു തിന്മയ്ക്കും പരാജയപ്പെടുത്താനാവില്ല. അങ്ങനെ ഒരു വെട്ടം കിട്ടിയവരെ, ഉള്ളിൽ ഈ സാന്നിധ്യം ഒന്ന് തെളിഞ്ഞ് കിട്ടിയവർ, ഒരു മിന്നലാട്ടം മതി കിട്ടിയിട്ടുള്ളവരെ, പിന്നീട് ഒരു കടത്തിനും ബാധ്യതയ്ക്കും ഒരു ദുഷ്ടശക്തിക്കും തൊടാൻ പറ്റില്ല. പിന്നീട് പരാജയങ്ങളില്ല, പിന്നീട് വിജയം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആളുകളിട്ട് വിഷമിപ്പിക്കുന്നതെന്നറിയാം. ഇപ്പം തന്നെ നമ്മൾ നോക്കി, നമ്മൾ പിള്ളേരെ പ്രതി വിഷമമാണ്, അയൽക്കാരെ പ്രതി വിഷമമാണ്, നമ്മുടെ നടത്തിയ പരിപാടികളിൽ പരാജയം സംഭവിച്ചതിനെ പ്രതി വിഷമമാണ്. ജീവിതത്തിൽ വലിയ വലിയ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം എന്നറിയോ? നമുക്ക് ഈ വില അറിയുന്നില്ല. നമുക്ക് നമ്മുടെ വില അറിയാം, എല്ലാം അറിയാം, പക്ഷെ നമുക്ക് നമ്മുടെ വില അറിയാല്ല. പണ്ടൊരു വല്യച്ഛനും കൊച്ചച്ഛനും കൂടെ നടക്കാൻ പോയി, രണ്ടുപേരും കൂടെ എവിടെ പോയി? നടക്കാൻ പോയി. അപ്പോൾ ഒരു തെങ്ങും തോപ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടന്നപ്പോഴാണ് ഒരു തെങ്ങോലയിൽ വന്നൊരു കഴുകൻ ഇരിക്കുന്നുണ്ട്. കഴുകൻ, ഈഗിൾ. ഈഗിളിൻ്റെ കുഞ്ഞ്, ബേബി ഈഗിൾ. മനസ്സിലായി? ബേബി ഈഗിൾ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ കാക്കകൾ, സോ കോൾഡ് കാക്കകൾ വന്ന് ഈ കുഞ്ഞിനെ ഞോണ്ടുക. അപ്പോൾ ഈ കഴുകൻ കുഞ്ഞ് പറന്ന് വേറൊരു തെങ്ങോലയിൽ പോയിരിക്കും. ഉടനെ കാക്കകളെല്ലാം കൂടെ ഒട്ട പിടിച്ച് അങ്ങോട്ടും ഇല്ലും, അവിടെ ചെന്ന് ഞോണ്ടും. ഉടനെ ഇത് പറന്ന് വേറൊരു തെങ്ങോലയിൽ പോയിരിക്കും. അങ്ങനെയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ, കാക്കകൾ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞ് പറന്ന് വേറൊരു തെങ്ങോലയിൽ പോയിരിക്കും. അങ്ങനെ കുറേ ഞോണ്ട് കിട്ടിയപ്പോൾ കൊച്ചച്ഛന് വലിയ സങ്കടം തോന്നി. കൊച്ചച്ഛനൊരു കല്ലെടുത്തിട്ട് പന്ന കാക്കകൾ നല്ല ഒരു കഴുകൻ കുഞ്ഞിനെ ഇട്ട് ഞോണ്ടുന്നുണ്ട്. ഉടനെ വല്യച്ഛൻ പറഞ്ഞു, കൊച്ചച്ഛ കല്ല് താഴെ ഇടാൻ പറഞ്ഞു. അച്ഛൻ കല്ല് താഴെ ഇടച്ചാന്ന് ചോദിച്ചു. അതെന്താണ്? അച്ഛ കാക്ക. അതച്ഛ കാക്കയുടെ പ്രശ്നമല്ല അച്ഛന്ന്, ഇത് കഴുകൻ്റെ പ്രശ്നമാണ്. കഴുകൻ്റെ പ്രശ്നം അതെന്താ? അതെ കൊച്ചച്ച, ഈ കഴുകൻ തെങ്ങോലയിൽ വന്നിരിക്കേണ്ട കഴുകനല്ല, ഇത് എവിടെ പറക്കേണ്ട കഴുകനാ? ഉയരങ്ങളിൽ മേഘങ്ങൾക്കിടയിൽ കൂടുകെട്ടേണ്ട കഴുകനാ ഇത്. ഇതിവിടെ ഈ തെങ്ങോല വന്നിരിക്കുന്നുണ്ടല്ലേ ഞോണ്ട് കിട്ടുന്നേ. ക്രിസ്ത്യാനി, നീ നിന്റെ വില അറിഞ്ഞാൽ, നിന്റെ ഉള്ളിൽ വസിക്കുന്നത് ആരാണെന്നറിഞ്ഞാൽ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു
നിന്റെ ഉള്ളിൽ ഉണ്ട്. വചനം വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയ. വിശ്വസിക്കാത്തവരും പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് വിഷയം. വചനം വിശ്വസിക്കണം, വചനം വിശ്വസിക്കണം. എന്ത്? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആണ്. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. ബൈബിളിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ചാൽ, പുതിയ നിയമത്തിൻ്റെ പൊരുൾ കാതൽ എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്, രഹസ്യമാണ്, മിസ്റ്ററിയാണ്. The presence of God is in you. ദൈവം നിന്റെ എൻ്റെ ഉള്ളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ചവിട്ടുന്ന മണ്ണൊരനുഗ്രഹമാകാൻ, നാം പറയുന്നൊരു വാക്ക് ഇരുപ്പതാകാൻ ഈ സാന്നിധ്യം അനുഭവിക്കണം. ഇത് നമ്മുടെ ഒരു വിഷയം. നമ്മളിങ്ങനെ കാലങ്ങളായി ഓടി നടക്കുകയാണ്. പുറത്തെ ഒരു ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ നമ്മുടെ വില കെടുത്തിക്കളയുക. എല്ലാവരെയും പോലെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ഇഷ്ടദൈവത്തിന് തുലാഭാരവും നേർച്ചയും പല വഴിപാടും വെടിവഴിപാടും നടത്തി, വെച്ചുട്ടും പെരുന്നാളും നടത്തി ഈ ദൈവത്തെ അന്വേഷിച്ച് പുറത്തോടി നടക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് ധ്യാനകേന്ദ്രങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ധ്യാനകേന്ദ്രങ്ങൾ പൂട്ടിപ്പെടും, അടയും. ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും പ്രസക്തിയില്ലാതാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നത്, ഒരിക്കലെങ്കിലും മിഴിപൂട്ടുന്നതിന് മുൻപ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ ഒരു പവർ, ഒരു മഹത്വം, ദ ഗ്ലോറി, ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ രാജ്യം, അവൻ്റെ ഭരണം എൻ്റെ ഇടയിൽ, അവൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ ഒന്ന് കണ്ണും പൂട്ടി അനുഭവിച്ചിട്ട് പിന്നെ മരിച്ചു, കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇത് ദൈവം നമ്മളോട് വെളിപ്പെടുത്തി തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രൈസ്റ്റ് ഈസ് ഇൻ യു. ഇതാണ് സുവിശേഷം പഠിപ്പിക്കുന്ന മഹാരഹസ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ ഈ നോമ്പുകാലമാണ്, നോമ്പുകാലത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുറവുകൾ തന്നെ കണ്ടുപിടിക്കും, കുറ്റങ്ങൾ കണ്ടുപിടിക്കും, നമ്മളെ തന്നെ പരിശോധിക്കും, പോയി കുമ്പസാരിക്കും. അതേ കുമ്പസാരം തന്നെ അടുത്ത ആഴ്ചയിലും നടത്തും. അങ്ങനെ കുമ്പസാരിച്ച പഴയ പാപങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തുടരുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ച് പേരുണ്ട്. അതിങ്ങനെ തുടരും അല്ലേ, ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനുഷ്ഠാനങ്ങളും അനുഷ്ഠാന വിധികളുമായിട്ട് ഇങ്ങനെ നടക്കും. ഒരച്ഛൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിലൊരു തീരുമാനം എടുത്തു, നോമ്പ് കാലത്ത് ഇന്ന് മുതൽ 50 ദിവസത്തേക്ക് അച്ചട്ട് നോമ്പാണെന്ന് പറഞ്ഞു. ഇവിടെ കൊച്ചുമക്കളും പിള്ളേരും എല്ലാവരും നോമ്പെടുത്തോണം പ്രാർത്ഥിച്ചോണം. ഇറച്ചിയില്ല, മീനില്ല, മുട്ടയില്ല, പാലില്ല, പാൽ ഉൽപ്പന്നങ്ങളില്ല. കേട്ടല്ലോ? കേട്ടു. കുറേ നാളായിട്ട് അപ്പച്ചോണ്ട് ഞങ്ങളും പറയാനിരുന്നാണ് നോമ്പ്, നല്ല നോമ്പെടുത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു പട്ടിയുണ്ട്, നാടൻ പട്ടിയാണ്. നാടൻ പട്ടിക്ക് നോമ്പ് കൽപ്പിച്ച് ഒരാഴ്ചയായി മുരിങ്ങിക്കായും ചക്കക്കുരുവൊക്കെ ഉള്ളു. പട്ടി മടുത്ത്. ഹല്ലേലൂയ. സ്നേഹമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. 2 ആഴ്ചയായിട്ട് പട്ടി സഹികെട്ട് എന്ന് ഈ മുരിങ്ങിക്കായും ചക്കക്കുരു. പട്ടി തീരുമാനിച്ചു, കാര്യം നോമ്പാണ്, എന്നാലും ഇത്രയും കഠിന നോമ്പോ? പട്ടി അപ്പുറത്തെ വീട്ടിലെ മരിച്ചെടുത്തൊരു വീട്ടിൽ ചെന്ന് കോഴിക്കോട്ടിൽ നിന്ന് രാവിലെ സുന്ദരനായ ഒരു പൂങ്കോഴിയെ പിടിച്ച് വാഴപ്പണയെ കൊണ്ടുപോയി പൊളിച്ച് ചോരയൊക്കെ നക്കി തുടച്ച് അങ്ങനെ എല്ലും ഒക്കെ കടിച്ച് എന്നാ ടേസ്റ്റ്. അടുത്ത ദിവസവും പട്ടി അടുത്ത വീട്ടിൽ പോയി. കാര്യം വീട്ടിലില്ലേ നോമ്പ്, അയൽവക്കത്തുള്ള പ്രശ്നമില്ലല്ലോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി കോഴിയുടെ പ്രശ്നം
അതിൻ്റെ കാരണക്കാരന് പട്ടിയ. അങ്ങനെ പട്ടിയെ തല്ലിക്കൊന്നു, എറിഞ്ഞു കൊന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിലും ചില നോമ്പെടുക്കുന്ന ആളുകളുണ്ടല്ലേ. നോമ്പെടുക്കും, പക്ഷേ നിയന്ത്രിച്ച് കഷ്ടപ്പെട്ട് ഒരു കഷ്ടപ്പാടിൻ്റെ കാലം നമുക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ കുറച്ച് കഷ്ടപ്പാടിൻ്റെ കാലം 50 ദിവസം തന്നിരിക്കുകയാണ്. കുരിശിൻ്റെ വഴി വേർത്തൊലിച്ച് നടത്തി, മുട്ടുകുത്തി, കഷ്ടപ്പെട്ട് മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നോമ്പ് കാലത്തെ ഒരുമാതിരി ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. ചേരെ വെച്ച് ഉണക്കിയെടുത്ത ജീവിതം കണക്കെ ഒരുമാതിരി വരണ്ട ജീവിതം. മലയാറ്റൂരൊക്കെ കയറുന്ന ചേട്ടന്മാർ ആഞ്ഞിലിത്തടി വലിയ പ്ലാവിൻ്റെ കുട്ടിയൊക്കെ കുരിശാക്കി കൊണ്ടുപോയി ചുമന്ന് കഷ്ടപ്പെട്ട് വലിച്ചും മേളി കൊണ്ടുപോയി നാട്ടി. അങ്ങനെ ഒരു 50 ദിവസത്തെ കാലം, ഇങ്ങനൊരു കഷ്ടപ്പാടിൻ്റെ കാലം, കഷ്ടപ്പെട്ട് നോമ്പെടുത്ത് അവസാനം ഉയർത്തെഴുന്നേൽപ്പ് യഥാർത്ഥത്തിൽ പട്ടിക്ക് സംഭവിച്ചതുപോലെ. എന്ത്? ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മളല്ല, നമ്മിലെ ദുശീലങ്ങളാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. 50-ാം ദിവസം ഈസ്റ്ററിൻ്റെ അന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് ആരാ? നമ്മളല്ല, നമ്മിലെ പഴയ നമ്മൾ മൂടി വച്ചിരിക്കുന്ന സ്വഭാവങ്ങളുണ്ടല്ലോ, വേണ്ട എന്ന് വെച്ച് കുമ്പസാരിച്ച സ്വഭാവം ദേ പിന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ശ്രദ്ധയോട് പറയണേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സ്നേഹമുള്ളവരെ, ഇതെന്തുകൊണ്ടാണ് കാരണമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളും അനുഷ്ഠാന വിധികളുമായി നമ്മളൊരു പാരലായിട്ടൊരു റോഡുണ്ട്. നമ്മൾ കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും, വർജനയുണ്ട്, ദാനധർമ്മമുണ്ട്, ഇങ്ങനെ സഭ നിഷ്കർഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ലോകം. എന്നാൽ അതേ സമയം തന്നെ പാരലായിട്ട് നമുക്കൊരു സ്വഭാവമുണ്ട്. തർക്കങ്ങളും കലഹങ്ങളും പീഡകളും ദേഷ്യവും നീരസവും വെറുപ്പും ആസക്തികളും എല്ലാമുള്ള, ക്ഷമിക്കാൻ പറ്റാത്ത, വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു ലോകമുണ്ട്. ഇത് രണ്ടുമുണ്ട്. ഒരിക്കൽ പോലും ഇത് തമ്മിൽ കൂട്ടിമുട്ടാതെ അനുഷ്ഠാന വിധികളിലൂടെ നടക്കുന്ന ഒരു ലോകമുണ്ട്. അതുപോലെ തന്നെ സ്വഭാവത്തിൽ ഒരിക്കലും കോംപ്രമൈസിന് തയ്യാറാകാതെ, ശുദ്ധീകരണത്തിന് തയ്യാറാകാതെ ഒരു ജീവിതം. എന്താ കാര്യം എന്നറിയാമോ? പുറത്തുള്ളൊരു ദൈവത്തെ അന്വേഷിച്ചുള്ള യാത്രയാണ് നമ്മുടെ. ഒരിക്കൽ പോലും ഇവിടെ 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 ഒരു ദൈവമുണ്ട് എന്ന് അനുഭവിക്കാൻ പറ്റാതെ പോവുകയാണ്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുള്ളത്. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആശ തന്നോടെന്തുമെന്നെ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്തുമെന്നെ വർദ്ധിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, ആശു തൻ്റെ കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്ന് ജീവിക്കാൻ ഒരു ആഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ബൈബിൾ നമ്മളോട് പറഞ്ഞു തരുന്നൊരു പാഠമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ പാപത്തിൽ വീണു പോകുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം. 5-ാം തിരുവചനം ഒന്നുറക്കെ വായിക്കാമോ? നിങ്ങൾ ക്ഷീണമാണെന്ന് തോന്നുന്നു. ഉറക്കെ ഒന്ന് വായിച്ച മലയാളമല്ലേ?
അവരൊക്കെ നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും കുമ്പസാരിക്കുന്നതിൻ്റെ കാരണമാണ് പറയുന്നത്. ഒരേ പാപം വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ കാരണമാണ് ബൈബിൾ പറയുന്നത്. എന്തുകൊണ്ടാണ് വീണ്ടും ദൗർബല്യങ്ങൾ നമ്മളെ വേട്ടയാടുന്നത്? എന്തുകൊണ്ടാണ് ഈ മാരാണം ഒന്നൊഴിഞ്ഞു പോകാത്തത്? എന്തുകൊണ്ടാണ് ഈ തഴക്കദോഷം നമ്മളെ വിട്ടുപോകാത്തത്? എന്തുകൊണ്ട് നാം കൃപയ്ക്ക് കീഴിലാകുന്നില്ല? കാരണം ഇത്രയേ ഉള്ളൂ. ബൈബിൾ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. അത് പറയാണ്, യേശുക്രിസ്തു എവിടെ? നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇതാണ് വിഷയം. നമുക്കറിയാം യേശുക്രിസ്തു ഉണ്ടെന്ന്, പക്ഷേ ഇവിടെ അവനുണ്ട് എന്ന് നമുക്കൊരിക്കലും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അനുഭവിക്കുന്ന ആളുകളുടെ റേഞ്ച് മാറും. അങ്ങനെ അനുഭവിക്കുന്ന ആളുകളിൽ ഇതിനകത്ത് 7 പേരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും പിന്നെയും ദൈവത്തെ തിരഞ്ഞ് പുറത്ത് അന്വേഷിക്കും. സ്നേഹമുള്ളവരെ, ഒരിക്കലെങ്കിലും ഇവിടെ ഇതിനു വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമോ? ദൈവമേ, അങ്ങേ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ബോധ്യമാക്കി തരണം. കേട്ടുമടുത്തു പോകാനിടവരാതെ, കർത്താവേ, നിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അറിയാൻ സാധിക്കണം. ഹല്ലേലൂയ. മോൻ്റെ പേരെന്താ? റയാൻ. യെസ്. മോൻ്റെയോ? ആര്യൻ. അഡ്രിയാൻ. റയാൻ, അഡ്രിയാൻ. ക്ലിൻറ്റൻ. എയ്ഡൻ, റയാൻ, അഡ്രിയാൻ. സൂപ്പർ പേരുകളാണ്. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒരു പ്രായം വരെ ഇവർ ഇങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കും. ഒരു +2 വരെ ഇവർ കുർബാനയ്ക്ക് കൂടും, പ്രാർത്ഥിക്കും, ഇതേപോലെ വന്ന് പാടും. പക്ഷെ ഒരു +2 കഴിഞ്ഞ് ഇവർ കോളേജിൽ പോകും. ഒറ്റ സ്റ്റഡി ക്ലാസ് കഴിയും. അതോടുകൂടി ഈ കുഞ്ഞുങ്ങൾ, ഇവർക്കങ്ങനെയല്ല, ഒരു സ്റ്റഡി ക്ലാസ് കേൾക്കും, അതോടുകൂടി പിന്നെ അവർക്ക് ദൈവമില്ല. സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചേച്ചി ഇതര മതസ്ഥൻ്റെ കൂടെ പോയി. എന്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ഇത്രയും നാൾ നമ്മുടെ കൂടെ പള്ളിയിൽ ചേർന്ന് നടക്കുന്ന ചിലരൊന്നും വിശ്വാസം ഇല്ലാതാകുക. പള്ളി കുർബാന കയ്യിലെടുത്തിരിക്കുന്ന ഉയർത്തുന്ന വൈദികന് ഈ ബലിപീഠം എടുത്ത് മറിക്കുക. എന്താ സംഭവിക്കുന്നേ? പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പുതിയ നിയമത്തിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഈ കാലഘട്ടത്തിൻ്റെ സകല ജീർണതകൾക്കും കാരണം, ഈ കാലഘട്ടത്തിൻ്റെ അപജയങ്ങൾക്ക് കാരണം, അത് പൗരോഹിത്യമാകാം, സന്യാസമാകാം, അത് കുടുംബങ്ങളാകാം, ജീർണിക്കാനുള്ള കാരണം ഇതാണ്. ബൈബിൾ പറയുന്നത്, never seek a God outside you. A God is in you. Your God is in you. ക്രിസ്തു, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെടും. വീണ്ടും അതേ പാപത്തിൽ വീഴും, വീണ്ടും അതേ കുമ്പസാരിക്കേണ്ടി വരും. ബൈബിൾ പഠിപ്പിക്കുന്നത് ഈ പ്രസൻസ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത്, മക്കളെ പ്രാർത്ഥിക്കണം അപ്പനോട്. എന്ത്? അപ്പാ, നിന്റെ രാജ്യം ഇറങ്ങി വരണമേ, നിന്റെ ഭരണം വേണം എനിക്ക്. ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് യുവർ ഗ്ലോറി. നിന്റെ രാജ്യം, നിന്റെ ശക്തി
എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊക്കെ വെറുതെ ഉട്ടോപ്യൻ ആശയമാണ്? ഈ പുസ്തകം നിങ്ങൾക്ക് വിശ്വസിക്കുന്നത് നിങ്ങളെ ചതിക്കുകയല്ല. ലോകത്തിൽ ആരൊക്കെ ചതിച്ചാലും 27 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, ഇത് നിങ്ങളെ ചതിക്കുകയല്ല. ലോകത്തിൽ ഇത് വെറുതെ ചരിത്രം പറയാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമല്ല. ചരിത്രം പറയാനായിരുന്നെങ്കിൽ ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ എഴുതിയാൽ മതിയായിരുന്നു. ഇത് എൻ്റെ നിങ്ങളുടെ ദൂതാണ്. ദാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സിംഹക്കുഴിയിലേക്ക് ഒരു ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി വന്നിട്ട് സിംഹത്തിൻ്റെ വാ ഷട്ട് ഡൗൺ. ഇത് ഐതിഹ്യം, ഈ കെട്ടുകഥയല്ലെന്നേ. ഇങ്ങനൊരു ദൈവം ഉണ്ടെന്നേ, വാ അടച്ചു കളയുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ബാബിലോണിലെ എരിയുന്ന ചൂളയിലേക്ക് എറിഞ്ഞ 3 ചെറുപ്പക്കാർ, എറിയപ്പെട്ട ചെറുപ്പക്കാർ ആരൊക്കെയാ? ഷദ്രാഖ്, മെഷാഖ്, പൃഥ്വിരാജ്, അബ്ദിനഗോ. ഷദ്രാഖ്, മെഷാഖ്, അബ്ദിനഗോ, ഈ 3 ചെറുപ്പക്കാരെ എടുത്തെറിഞ്ഞു. ദേ 4ാമതൊരുത്തനോട് നിൽക്കുന്നു. തീക്കകം AC കണക്കായെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എവിടെയോ കഥകൾ, കെട്ടുകഥകൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നൊക്കെ എഴുതി തള്ളാൻ എളുപ്പം. പക്ഷേ ഇങ്ങനൊരു ദൈവം ഉണ്ടെന്ന്, ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു മഹത്വമുണ്ടെന്ന്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് ഈ മേഘം വന്നിറങ്ങി നിന്നതുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയില്ലെന്ന്, പരസ്പരം കാണാൻ പറ്റിയില്ലെന്ന്. ഇത് കളിപ്പീരല്ല, ഇത് വിശ്വസിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ചേരെ വെച്ച് ഉണക്കിയെടുത്ത ജീവിതം കണക്ക് നമ്മളൊക്കെ തീർന്നു പോകും. ഒരു കാശിനും കൊള്ളാത്ത നല്ല ജീവിതമായിരുന്നു. ക്രിസ്ത്യാനിയായി എന്നതിൻ്റെ പേരിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും വെറുതെ ഉണങ്ങി വരണ്ട് ജീവിക്കാനുള്ള ഗതി. ഈ ഗതികെട്ട ജീവിതത്തിനിടയാകരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നത് പരീക്ഷയിൽ പരാജയപ്പെടാനുള്ള കാര്യം യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമാകുന്നില്ലെങ്കിൽ നമ്മൾ നിയമത്തിൻ്റെ കീഴിലാവും, കൃപയ്ക്ക് കീഴിലാവില്ല. ഇങ്ങനൊരു അവസ്ഥയുണ്ടെന്നേ. നീ പാപം ചെയ്യാൻ ആഗ്രഹിച്ചാലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്ന്. നീ ആഗ്രഹിച്ചാലും പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഉണ്ടെന്ന്. എൻ്റെ പേരാണ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയ. സന്തോഷത്തോട് പറ ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ഇത് തിരികെ പിടിക്കണം, ഇത് തിരികെ പിടിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ ഈ സ്നേഹം അനുഭവിച്ചിട്ട് 1 യോഹന്നാൻ 4:4 എഴുതി വെച്ചതെന്നറിയാമോ? 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഒന്ന് വായിക്കാമോ? കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ വളരെ പ്രധാനപ്പെട്ടതൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു ദൈവം ഈ ലോകത്തിലുള്ള സകലത്തിനേക്കാൾ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് ചോദിച്ചു, എൻ്റെ അച്ഛാ കൂടോത്രം എന്നാ തോന്നുന്നേ, മന്ത്രവാദം എന്നാ തോന്നുന്നേ, ആഭിചാരക്കെട്ടാന്നാ തോന്നുന്നേ, എൻ്റെ കൊച്ചിപ്പം എൻ്റെ വീട്ടിലില്ല അച്ഛാ, അവനങ്ങ് ഇറങ്ങിപ്പോയച്ചാ അച്ഛാ, അവനെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, തീക്കട്ടയിൽ ഉറുമ്പരിക്കോ ചേച്ചി? തീക്കട്ടയിൽ ഉറുമ്പരിക്കോ ചേച്ചി? ഇല്ല, അങ്ങനെ സംഭവിക്കില്ലെന്നേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ള സകലതിനേക്കാളും വലിയവനാണ്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് അനുഭവിക്കാൻ വേണ്ടി ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. വേറൊന്നും അവന് വേണ്ട. ഡു യു ബിലീവ് ദാറ്റ് ദെർ ഇസ് എ ഗോഡ്, എ പവർഫുൾ ഗോഡ് ഈസ് ഇൻ യു? ഇതൊരിക്കൽ പോലും അനുഭവിക്കാതാണ് മരിക്കുന്നതെങ്കിൽ എല്ലാ മതങ്ങളെപ്പോലെ, മതത്തിലുള്ളവരെ പോലെ ഉദ്ദിഷ്ട കാര്യം ചെയ്ത് അനുഷ്ഠിച്ച് വഴിപാടുകൾ നടത്തി, നേർച്ച നടത്തി, വെച്ചൂട്ട് നടത്തി, കുറേ പ്രാർത്ഥിച്ചു കൂട്ടി അനുഷ്ഠാനങ്ങൾ ജീവിച്ച് നമ്മളും മരിക്കും. പക്ഷേ
അതിനല്ല, ക്രിസ്തു നമ്മിലേക്ക് വന്നു. നിങ്ങൾക്കറിയാമോ, ഒരു വചനം പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ശ്രദ്ധിക്കണേ, ഒരല്പം ഗഹനമായ കാര്യമാണ്, എങ്കിലും നമ്മൾ അല്പം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുകൊണ്ട് പറയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം ഒന്നുറക്കെ വായിക്കും. യോഹന്നാൻ 19-ന്റെ 30-ാം തിരുവചനം. യോഹന്നാൻ 19-ന്റെ 30-ാം തിരുവചനം ഉറക്കെ വായിച്ച്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നതിൻ്റെ ഉത്തരമാണ്. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? എല്ലാ മതങ്ങളെപ്പോലെ കുറേ 10 സെൻറ്റ് സ്ഥലം തരാനാണ്, ഒരു അഡ്മിഷൻ തരാനാണ്, ഒരു ജോലി തരാനാണ്, നമ്മുടെ ഷുഗർ കുറച്ച് കിട്ടാനാണ് യേശു ക്രിസ്തു വന്നതെങ്കിൽ, അതാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരെക്കാളും വിലകെട്ടവരായി നമ്മൾ ജീവിക്കും. എല്ലാ മനുഷ്യരെക്കാളും ഗതികെട്ടവരായിട്ട് നമ്മൾ ജീവിക്കും. അഡ്രിയാൻ അല്ലേ? അതായത് യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19:30 പറയുന്നുണ്ട്. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഈ സുവിശേഷം ഒരു മാന്ത്രിക കുളമാണെന്ന്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കൊച്ചു കുഞ്ഞിനെ ഇറങ്ങിയിരുന്ന് കുളിക്കാം, വലിയ കൊമ്പനാനയ്ക്ക് ഇറങ്ങിയിരുന്ന് കുളിക്കാം. അതുപോലെ ആഴമുള്ള, അതുപോലെ ഗഹനമായ ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതുകൊണ്ട് ജ്ഞാനമൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം വായിക്കണം. ഒരധ്യായം ഒരു ദിവസം വായിക്കണം. ആവർത്തിച്ച് വായിച്ചാൽ എൻ്റെ റിയാനെ ഭയങ്കര പിടിച്ചാൽ കിട്ടാത്ത ജ്ഞാനം കിട്ടും. ഇടൻ കേട്ടോ, ഏതാ വായിക്കണ്ടേ? യോഹന്നാൻ്റെ സുവിശേഷം. ഈ പുസ്തകത്തിലെ ഒരു വാക്യമാണ്, അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഇത് വായിച്ച് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാണ് ചേച്ചി? എന്താ ഇത് എൻ്റെ അർത്ഥം? അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ച്. നമുക്ക് വേണ്ടി യേശു മരിച്ചു. സിമ്പിൾ അല്ലേ? ആൾ മരിച്ചു. ഇതിൽ കൂടുതൽ അർത്ഥം ഏതെങ്കിലും ആളുകൾക്ക് അറിയാമോ? ഒന്ന് കൈ ഉയർത്താമോ? ഇതാണ്, നമുക്കിത്രേ അറിയത്തുള്ളൂ. പക്ഷേ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശു മരിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല. യോഹന്നാൻ പറയുന്നത്, ദേ ഇവിടെ ശ്രദ്ധിച്ചേ, ഉറങ്ങരുതേ. യോഹന്നാൻ പഠിപ്പിക്കുന്ന, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണേ, യോഹന്നാൻ പഠിപ്പിക്കുന്നത് അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്ന് പറയുന്നത് അവൻ മരിച്ചു എന്ന് പറയാനല്ല, മറിച്ച് യേശു വന്നത് നമുക്ക് ജീവൻ തരാനാണെന്ന് പറയാനാണ്. ശ്രദ്ധിക്കണേ, അവൻ തല ചായ്ച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിളിൽ ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ് എന്നാണ്. അല്പം ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ്. വീട്ടിൽ ഒരു ഉമ്മറത്ത് ഒരു ചെയറുണ്ട്, റിക്ലൈനിങ് ചെയർ. കണ്ടിട്ടുണ്ടോ? എന്തത്? പ്രായമായ അപ്പച്ചൻ കിടക്കുന്ന ഒരു കസേര, എൻ്റെ പേരാണ് ചാരു കസേര. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് റിക്ലൈൻഡ് ഹിസ് ഹെഡ്. ചോദ്യം, ചാരു കസേരയിൽ ചാരുന്നത് മുന്നോട്ടാണോ പുറകോട്ടാണോ? ഇവിടെ കുറേ പേര് മുന്നോട്ട് ചായുന്നുണ്ട്. ചാരു കസേരയിൽ ചായുന്നത് എങ്ങോട്ടാ? പുറകോട്ടാണേ. യോഹന്നാൻ പറയുകയാണ്, അവൻ പിന്നിലേക്ക് തല ചായ്ച്ചു എന്ന്. സാധാരണ ഈശോ കുരിശിൽ മരിച്ചപ്പോൾ എങ്ങോട്ടാണ് തല ചായ്ച്ചത്? മുമ്പോട്ടില്ലയോ? എല്ലാവർക്കും അറിയാം. എന്നാൽ യോഹന്നാൻ പറയുന്നത് അവൻ പിന്നിലേക്ക് തല ചായ്ച്ചു. പിന്നിൽ എന്താണ് എന്ന് യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ 1:18 വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം
1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ആ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഒരിക്കൽ കൂടി ഉറക്കൊന്ന് വായിക്കാമോ? ശ്രദ്ധയോട് വായിക്കാമോ? ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ശ്രദ്ധിക്കണേ, യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ ചങ്കിൽ തൊട്ട് നിന്ന യോഹന്നാൻ ശ്ലീഹ, ഈശോയുടെ മനസ്സറിഞ്ഞ യോഹന്നാൻ ശ്ലീഹ പറയാണ്, യോഹന്നാൻ 19:30 പറയുകയാണ്, അവൻ തല ചായ്ച്ചു പിന്നിലേക്ക്. എന്നിട്ട് അത് പറയുന്നതിന് മുൻപ് യോഹന്നാൻ 1:18 പറയുകയാണ്, യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പിന്നിലേക്ക് തല ചായ്ച്ചാൽ ആ തല എവിടെ ചെന്ന് മുട്ടുമെന്ന് യോഹന്നാൻ 1:18 പറയുന്നുണ്ട്. മലയാളത്തിലാണ് ഈ ഗാഢബന്ധം എന്ന് എഴുതിയേക്കുന്നത്. അതിൻ്റെ ഗ്രീക്ക് വേർഷൻ എന്ന് പറയുന്നത് ദ സൺ ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ടു ദ ബോസം ഓഫ് ദ ഫാദർ എന്ന്, അപ്പൻ്റെ മടിയിലേക്കിരിക്കുന്ന മകൻ എന്നാണ് എഴുതിയേക്കുന്നത്. മടിയിലിരിക്കുന്ന മകനെന്ന്. മലയാളത്തിൽ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മകനൊക്കെ കയറി അപ്പൻ്റെ മടിയിലൊക്കെ ഇരുത്തിയ അതുകൊണ്ടാണ് ഈ ഗാഢബന്ധം എന്നൊക്കെ എഴുതിയേക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിൽ അപ്പൻ്റെ മടിയിലിരിക്കുന്ന മകനെന്നാണ് യോഹന്നാൻ കൊയിനെ ഗ്രീക്കിൽ എഴുതിയേക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്പൻ്റെ മടിയിലിരിക്കുന്ന മകൻ്റെ തല പിന്നിലേക്ക് ചായ്ച്ചാൽ എവിടെ ചെന്ന് മുട്ടും? അപ്പൻ്റെ നെഞ്ചിൽ മുട്ടും. അങ്ങനെയെങ്കിൽ അപ്പൻ്റെ നെഞ്ചിൽ എന്താണ് ഇരിക്കുന്നതെന്ന് യോഹന്നാൻ 15:26 എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15:26 ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന എന്ത്? സത്യാത്മാവ്. അങ്ങനെയെങ്കിൽ അപ്പനിൽ നിന്ന്, അപ്പൻ്റെ ചങ്കിൽ നിന്ന്, അപ്പൻ്റെ നെഞ്ചിൽ നിന്ന് എന്താ പുറപ്പെടുന്നേ? പരിശുദ്ധാത്മാവ്. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, അപ്പൻ്റെ നെഞ്ചിലേക്ക് പിന്നിലേക്ക് അവൻ തല ചായ്ച്ച് അപ്പൻ്റെ നെഞ്ചിൽ നിന്ന് ഈ ആത്മാവിനെ എടുത്തിട്ട് അവൻ അപ്പൻ്റെ 2 മക്കള് കുരിശിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്. 2 പേർക്കും പേരിട്ടിട്ടില്ല. സഭയിലെ പേരിടാത്ത മാമോദീസായ്ക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന ഒരാണും പെണ്ണും ആരൊക്കെയാ? കുരിശിൻ്റെ ചുവട്ടി പരിശുദ്ധ അമ്മയും യോഹന്നാനും. പേരിട്ടിട്ടില്ല. യോഹന്നാൻ എന്നല്ല വിളിക്കുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യനെന്നാണ് വിളിക്കുന്നത്. പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് നസ്രത്തിലെ മറിയമെന്നല്ല, യേശുവിൻ്റെ അമ്മ എന്ന്. പേരിടാത്ത 2 മക്കൾക്ക് അവൻ ആത്മാവിനെ കൈമാറി. തലചായ്ച്ച ആത്മാവിനെ സമർപ്പിച്ചു എന്ന വാക്കിന് എഴുതിയിരിക്കുന്നത് പാരാദീതുമി എന്നൊരു വാക്കാ. He handed over the spirit. He handed over the spirit. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, അപ്പൻ്റെ നെഞ്ചിലിരിക്കുന്ന ആത്മാവിനെ എടുത്ത് നമുക്ക് തരാനാ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് ലൈഫ് ഇൻ ഇറ്റ്സ് അബണ്ടൻസ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഉണങ്ങി ഇങ്ങനെ വരണ്ട് ജീവിക്കാനല്ലെന്നേ, അവൻ ആത്മാവിനെ നമുക്ക് തന്നത് ജീവൻ ഉണ്ടാകാനാ. ജീവൻ, ലൈഫ്. ചേരെ വെച്ച് ഉണക്കിയെടുത്ത ജീവിതം കണക്കെ ഉണങ്ങി ജീവിക്കാനല്ല. എല്ലാവരും ആക്രമിച്ച്, വളഞ്ഞിട്ട് ആക്രമിച്ച് ഇങ്ങനെ ചത്ത് ജീവിക്കാൻ വേണ്ടിയല്ലെന്നേ. സഹിച്ചാലും അതിനൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന്. തലയെടുപ്പോട് സഹിക്കണം. തലയെടുപ്പോട് സഹിക്കാൻ പറ്റണമെന്നേ. പഴി പറഞ്ഞും പേ പറഞ്ഞും കുറ്റം പറഞ്ഞും ജീവിച്ച് ജീവിതം ഉണങ്ങി ജീവിക്കാനല്ലെന്നേ.
Do you understand that there is a God who is in you? നിന്നിൽ ഒരു ദൈവം ഉണ്ട്. യേശുക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയെ പരാജയപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കൃപമതിയേ കൃപമതിയേ ആപിതാവിൻ്റെ കൃപമതിയേ. പടമോ? കൃപമതിയേ കൃപമതിയേ ആപിതാവിൻ്റെ കൃപമതി. ഉറക്കെ പാടാമോ? കൃപമതിയേ കൃപമതിയേ ആപിതാവിൻ്റെ കൃപമതി. 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഇത് മനസ്സിലാക്കാൻ അപ്പാ കൃപ തരണമേ. പാടാമോ? കൃപമതിയേ കൃപമതിയേ പിതാവിൻ്റെ കൃപമതി. ഉറക്കെ പാടാമോ? കൃപമതിയേ കൃപമതിയേ പിതാവിൻ്റെ കൃപമതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞു ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. നേരിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ. സാത്താന്റെ സകല നുണകളെയും എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. പ്രത്യാശയുടെ മഹത്വത്തിന്റെ അടയാളമായി അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ തരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഇങ്ങനെ നടത്താൻ വേണ്ടി പോയപ്പോൾ കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും കരിയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആത്മനിറവിൻ്റെ ഒരു ക്ലാസ് എടുത്താണ് ഇങ്ങനെ പഠിപ്പിക്കുക. അപ്പം ഞാനിങ്ങനെ കുറേ ആൺകുട്ടികളുണ്ട്, കുറേ പെൺകുട്ടികളുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ ആൺകുട്ടികൾ ഏറ്റവും ബാക്കിൽ പോയിരിക്കുക, കുറേ കസേരകൾ ഫ്രീയാണ്. അപ്പം ഞാൻ അവരോട് ക്ലാസ്സിൻ്റെ ഒരു മധ്യഭാഗമായപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ മാറിയിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്, ഈ പെൺകുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഒരു 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 ടീം വർക്കായിട്ട് കുഞ്ഞുങ്ങൾ, ആൺകുട്ടികളാണ് പെൺകുട്ടികളാണ്, മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യണം. ഒരു പെൺകുട്ടി എഴുന്നേറ്റ് പറയാം, എൻ്റെ അച്ഛാ ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിൽ അധികമാർ വന്നൊന്നിരിക്കാൻ പറ. പെൺകുട്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അവരൊന്ന് വന്ന് ഫ്രണ്ടിലോട്ടൊക്കെ വന്നിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്ത് നേതൃത്വ പരിശീലനമാണ്. നമ്മുടെ വിലയൊക്കെ അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഈ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കുന്നത് ശ്രദ്ധിച്ച് നോക്കി. ആൺകുട്ടികളെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇല്ല, താറാക്കൂട്ടം കണക്കെ. ഒരു താറാവ് അങ്ങോട്ട് പോവും, എല്ലാം കൂടെ അങ്ങോട്ട് പോകും. വേറൊരു താറാവ് ഇങ്ങോട്ട് പോകും, എല്ലാ താറാക്കളും ഇങ്ങോട്ട് പോകും. ഏതെങ്കിലും ഒരുത്തൻ തലയിൽ ഏതെങ്കിലും ഒരു പരിപാടി കാണിച്ചു വെക്കും, എല്ലാ താറാക്കളും അങ്ങനെ തലയിൽ പരിപാടി കാണിച്ചു. നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ കഴിവ്, നമ്മുടെ യുണീക്ക്നെസ്, നമ്മുടെ തനിമ ഒരിക്കൽ പോലും അനുഭവിക്കാൻ പറ്റാതെ എല്ലാ തരത്തിലും തലങ്ങളിലും ഒഴുക്കിനൊത്തു നീന്തി ജീവിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കും നമ്മുടെ യുണീക്ക്നെസ് മനസ്സിലാക്കണം. ജസ്റ്റ് ബിക്കോസ് the God is in you, ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. 10 സെന്റ് സ്ഥലം തരാനല്ല, വിശ്വസിക്കണം. ചോദിച്ചിട്ട് 10 സെന്റ് സ്ഥലമോ IELTS പാസ് അയർലൻഡിൽ പോകും, അതൊക്കെ നല്ല കാര്യം. കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചെടുത്തോണം, ചോദിച്ചോണം. പക്ഷേ ഇതെല്ലാം താനേ വരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം, പിന്നുള്ളത്
താനേ വന്നോളൂ. ഒന്നാമത് ചെയ്താൽ റിയാൻ, പിന്നുള്ളത് താനേ വരും. അഡ്രിയാൻ, അതിനുശേഷമുള്ളത് തനിയെ വരും. എയ്ഡൻ, പിന്നുള്ളത് വന്നു ചേർന്നോളൂ. ഒന്നാമതുള്ളത് ഒന്നാമത് ചെയ്യണം. എന്താ ഒന്നാമതുള്ളത്? സെൻസ് that there is a God in you. ഈ ദൈവം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഡ്രിയാൻ്റെ കാലിനിട്ട് തൊഴിക്കോ? ഇല്ല. അതാണ് നമ്മളിതേ ഇവിടെ 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 ഒരു ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ പാവം അഡ്രിയാൻ്റെ തീപ്പെട്ടിക്കുള്ളി കണക്കുള്ള കാലിലിട്ട് തൊഴിക്കൂ? ഇതാണ് ജീവിതത്തെ പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഭവിക്കേണ്ടത്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, 4000 വർഷമായിട്ട് ഒരു ജനത ഇന്നും ഭൂമിയിൽ തച്ചുടയ്ക്കപ്പെടാതെ നിലനിൽക്കുന്നതിൻ്റെ കാരണം, എൻ്റെ പേര് ഇസ്രായേൽ എന്ന യഹൂദ ജനത. അവരോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ജനതകളും മരിച്ച് മണ്ണടിഞ്ഞു ചരിത്രത്തിൻ്റെ അടിക്കുറിപ്പായി. അമോന്യരും, മൊവാബ്യരും, ജബൂസ്യരും, ഹിത്യരും, ഫിലിസ്ത്യരും എല്ലാം പോയി. പക്ഷെ ഈ ജനതയെ മാത്രം എന്താ ഈ ഭൂമുഖത്തുനിന്ന് ആർക്കും തുടച്ചു നിൽക്കാൻ പറ്റാത്തത്? നിങ്ങൾക്കറിയാമോ, ജെറുസലേമിൽ 500-ൽ പരം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 60 ലക്ഷത്തിൽ പരം യഹൂദരെ ഹിറ്റ്ലർ തന്നെ കൊന്നൊടുക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും ഈ ജനതയെ പൂച്ച കണക്കെ എവിടെത്തെറിഞ്ഞാലും 4 കാലേ വന്നിക്കും. ഇന്നും ഈ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത. എന്തേ കാര്യം എന്നറിയാം? ഒരൊറ്റ വചനം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിലൊരു വചനമുണ്ട്. പുറപ്പാട് 33-ന്റെ 2, 3, 4 വാക്യങ്ങളൊന്ന് വായിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം. ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും. കാനാൻകാരെയും അമേര്യരെയും ഹിത്യരെയും പെരീസ്യരെയും ഹിവ്യരെയും യെബൂസ്യരെയും ഞാൻ ഓടിച്ചു കളയും. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. വന്നാൽ നിങ്ങളുടെ ദുശാഠ്യ നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എവിടേക്ക് വരുന്നു? കാനാൻ നാട്ടിലേക്ക് പോവുകയാണ്. ഇത് ഈജിപ്താണ്, പരിക്കുകളുടെ നാടാണ്, അടിമത്തത്തിൻ്റെ നാടാണ്. അവിടെ നിന്ന് ഈ ജനത വാഗ്ദത്ത നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഇവർ പിറുപിറുക്കുകയാണ്. എന്തെന്നറിയാമോ? ഇവർക്ക് അപ്പമില്ല, വെള്ളമില്ല. ഇവർ വല്ലാതെ കിടന്ന് പിറുപിറുക്കുക. ഇവരുടെ പിറുപിറുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ബൈബിളിൽ സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നു. ഈജിപ്തിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വെള്ളരിക്ക, മത്തങ്ങ, സവോള, വെള്ളുള്ളി, മീന്, മത്സ്യം, മാംസം ഇതൊന്നും ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങളെ പച്ചവെള്ളമില്ലാത്ത ഈ മരുഭൂമി കൊണ്ട് കൊല്ലാൻ കൊണ്ടുവന്നാന്നോട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോട്? മോശയോട് ബഹളം ഉണ്ടാക്കുക. ഈ ജനത ഇങ്ങനെ കിടന്ന് പിറുപിറുത്തപ്പോൾ ദൈവത്തിന് ദേഷ്യം വന്നിട്ട് പറയുന്നൊരു വചനമാണ്. അതെ, തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. വന്നാൽ ഞാൻ നിങ്ങളെ കത്തിച്ച് കളയും. കാരണം സ്വഭാവം ശരിയല്ല, പിറുപിറുപ്പാണ്. ഫുൾ ടൈം ഇരുന്ന് പിറുപിറുക്കാണ്. എല്ലാ ദിവസവും രാവിലെ ഓരോരുത്തരും കൂടാരത്തിൻ്റെ വാതിൽക്ക് വന്നിരുന്ന് അങ്ങ് പിറുപിറുക്കുക. ദൈവമേ, ഈജിപ്തിൽ എന്തെല്ലാം അനുഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ കൊണ്ടിട്ട് നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. കാലമാടൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മോശ ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കും. ദൈവം ഇത് കേട്ടിട്ട് പറയാണ്, എൻ്റെ മോശ ഞാൻ വരുന്നില്ല, വന്നാൽ ഇതുങ്ങളെ ഞാൻ കത്തിക്കും. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. അടുത്ത വചനം വായിച്ചേ, 4-ാം വാക്യം. അശുദ്ധമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു. ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല. അശുഭമായ ഈ വാർത്ത കേട്ട് എന്ന് പറഞ്ഞാൽ ശുഭകരമല്ലാത്ത ഈ വാർത്ത കേട്ട്. പ്രിയപ്പെട്ടവരെ, ഈ വാർത്ത ജനത്തിന് ശുഭകരമല്ല. എന്താണെന്നറിയാമോ വാർത്ത? ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. ദൈവം നമ്മുടെ കൂടെ വരുന്നില്ല.
ഇതാണ് ഭൂമിയിലെ ഏറ്റവും അശുഭകരമായ വാർത്ത. ദൈവം നമ്മുടെ കൂടെ ഇല്ലെന്ന്. ഈ ഭൂമിയിലെ ഏറ്റവും അശുഭകരമായ വാർത്ത, എൻ്റെ ദൈവത്തിന് എന്നെ വേണ്ട, ഞാൻ വരുന്നില്ലെന്ന്. എന്നിട്ട് ദൈവം പറയണ, നീ വിഷമിക്കണ്ട, ഞാന് അടുത്ത വചനം ഒന്ന് വായിക്കാമോ? കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു, നീ ഇസ്രായേൽക്കാരോട് പറയുക, നിങ്ങൾ ദുശ്ശാഠ്യക്കാരായ ഒരു ജനമാണ്. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി, നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും. നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുവിൻ, നിങ്ങളോട് എന്തു ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും. അപ്പോൾ അങ്ങനെ ഈ ജനം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. അപ്പോൾ ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ദൈവം പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ വരുന്നില്ലെന്നേ ഉള്ളൂ, ഞാനൊരു മാലാഖയെ അയച്ചു തരാമെന്ന് പറഞ്ഞു. നല്ല വെടിപ്പുള്ള മാലാഖ, ചില്ലറക്കാരനല്ല. നമ്മുടെയൊക്കെ അൾത്താരയിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് മാലാഖമാരല്ല, നല്ല വെടിപ്പുള്ള മാലാഖ. ഈ ജബൂസ്യരെയും ഹിവ്യരെയും ഈ മുവാബ്യരെയും ഒക്കെ കൊന്ന് വെട്ടിക്കണ്ടിച്ച് തോരൻ വെക്കാൻ കഴിവുള്ള ഒരു ശക്തനായ ഒരു മാലാഖ അയച്ചു തരാമെന്ന്. ആയിക്കട്ടെ എന്ന് ചോദിച്ചു. ഉടനെ മോശ എന്താ പറഞ്ഞെന്നറിയാമോ? 15-ാമത്തെ വാക്യം, 33-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ജനത ഇന്നും നിലനിൽക്കാനുള്ള കാര്യം. യഹൂദ ജനത ഇന്നും നിലനിൽക്കാനുള്ള ഒരു വചനം ഇതാ. മോശ, ജ്ഞാനമുള്ള മോശ പറഞ്ഞു, മാലാഖയൊക്കെ നിന്റെ കയ്യിലിരുന്നാൽ മതി. നീ അയക്കാൻ പോകുന്ന വലിയ പടയാളി മാലാഖയുണ്ടല്ലോ, അതവിടെ ഇരുന്നോട്ട്. നീ ഞങ്ങളുടെ കൂടെ വരാമോ? നീ ഞങ്ങളുടെ കൂടെ വരാമെങ്കിൽ ഞങ്ങൾ പോകാം, ഇല്ലയോ ഇവിടെ കിടന്ന് ഞങ്ങൾ നശിച്ചോളാം. ഇത് പറയാനൊരു ജ്ഞാനം ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ നിങ്ങൾക്കുണ്ടാകണം. എൻ്റെ കൊച്ചിൻ്റെ കൂടെ ദൈവമേ നീ പോകാമോ? എൻ്റെ വീട്ടിൽ നീ വന്ന് നിൽക്കാമോ? എനിക്കൊരു പുണ്യവാന്റെയും മധ്യസ്ഥം തന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. വിശ്വസിക്കാഞ്ഞിട്ടല്ല, വിശ്വാസമൊക്കെ ഉണ്ടെന്നേ, മാതാവ് അനുഗ്രഹിക്കും, ശരിയാണെന്നേ. പക്ഷേ ഐ വാണ്ട് യുവർ പ്രസൻസ് ഇൻ മീ. നീ വന്ന് നിൽക്കാവോ? അടുത്ത വചനമാണ് ജ്ഞാനം. നീ പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനെന്ന് എങ്ങനെ വെളിപ്പെടും? അടുത്ത വചനം, അങ്ങ് ഞങ്ങളോടൊത്തു യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഡിഫറൻസ്, ഈ വ്യത്യസ്തത, ഈ യുണീക്ക്നെസ്, ഈ തനിമ എല്ലാവരുടെ തോളെ കൈയിട്ടുകൊണ്ട് നടക്കാനുള്ള തനിമയല്ല ഇത്. നീ ഉടമ്പടിയുടെ സന്താനമാ, പ്രവാചകന്റെ മകനാ. The presence of God is in you. ഇതാണ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. എൻ്റെ സ്നേഹമുള്ളവരെ, ഈ ഒരു വലിയ ബോധ്യം നമുക്ക് കിട്ടണം. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഇൻ യു. എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അടുത്ത വചനം 16-ാം വാക്യത്തിൽ 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 14-ാം വാക്യം, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യഹൂദ ജനതയുടെ അനുഗ്രഹത്തിൻ്റെ അടിത്തറ. ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ. ദൈവം തന്നെ നമ്മളോടൊപ്പം ഉണ്ടാകും. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മുടെ യുണീക്ക്നെസ്, ആദിമസഭയെ വ്യത്യസ്തനാക്കിയത് ഇതാ. അവരുടെ പ്രാർത്ഥന എന്തായിരുന്നറിയാമോ? ആദിമസഭയുടെ പ്രാർത്ഥന മാറാനാത്ത, കർത്താവേ വരണമേ, കർത്താവേ വരണമേ. ഇതാണ് നമ്മൾ പാടി പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ
വരണം. പുറമേയുള്ള കാര്യങ്ങളിൽ, ആൾക്കൂട്ടങ്ങളിലോ ബഹളങ്ങളിലോ ഒന്നും അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. മറിച്ച് എൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ 1 പത്രോസ് 3:15 പറയും. വായിക്കാമോ? 1 പത്രോസ് 3:15. 15 വാക്യം. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഇത് അൾത്താറിൽ വെച്ച് പൂജിക്കാനല്ല പറയുക. ഇത് ഹൃദയത്തിൽ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ച് തുടങ്ങണം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നെഞ്ചിലിങ്ങനെ കൈയൊന്നിങ്ങനെ വെച്ച് കൈയൊന്ന് തിരുമി കർത്താവിനോട് പറയണം, കർത്താവേ നിൻ്റെ സാന്നിധ്യം എനിക്കൊന്ന് തരണം. കണ്ണുകളൊന്ന് അടച്ച് നെഞ്ചിൽ ഒരു ദൈവ സാന്നിധ്യം അതനുഭവിച്ചാൽ തീരാവുന്ന വിഷയങ്ങളെ ഉള്ളൂ ഈ ഭൂമിയിൽ. നിന്നെ തെരഞ്ഞ് ആളുകൾ, ജനതകൾ നിൻ്റെ അടുത്തേക്ക് വരും. നിന്നെ തെരഞ്ഞ് സമ്പത്ത് നിൻ്റെ അടുത്തേക്ക് വരും. നിന്നെ തെരഞ്ഞ് ഈ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ആളുകൾ നിന്നിലെ വ്യത്യസ്തത കണ്ട്, നിന്നിലെ ചൈതന്യം കണ്ട്, നിന്നിലെ ശക്തി കണ്ട് ആളുകൾ നിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരും വളഞ്ഞിട്ട് നിന്നെ വേട്ടയാടുന്നവരും നിൻ്റെ ഉള്ളിലെ ചൈതന്യം കണ്ട് അലറി വിളിച്ചുകൊണ്ട് ഓടി ഒളിക്കും. ഈ സാന്നിധ്യമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ. ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഇൻ യു. അതുകൊണ്ടാണ് ഒരു സൂപ്പർ നാച്ചുറൽ തലം, ഒരു അതിസ്വാഭാവികമായ ഒരു ശക്തി, അത് തരാനാണ് യേശു വന്നത്. അവൻ ഇത്രയും കൊത്തി നുറുക്കപ്പെട്ടത്, ഇത്രമേൽ സഹിച്ചത്, പീഡ സഹിച്ചത്, അവൻ്റെ ഈ പീഡാരഹസ്യങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ ആത്മനിറവ് എനിക്ക് നിനക്കുണ്ടാകാനാണ്. നമ്മുടെ ആത്മമണ്ഡലം തുറക്കപ്പെടണം. ശരീരമണ്ഡലവും മനോമണ്ഡലവും തുറന്നിട്ട് കാര്യമില്ല. അത് ഈ ലോകത്തിൻ്റെ അടിത്തറയാണ്, അതങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ദൈവവൈതലിൻ്റെ ആത്മമണ്ഡലം തുറന്നു കിട്ടിയാൽ, ആത്മീയ മണ്ഡലം തുറന്നു കിട്ടിയാൽ, ആത്മശക്തി വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നീട് ലോകം മുഴുവനും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ അടിത്തറ അതാണ്, ആനന്ദത്തിൻ്റെ അടിത്തറ അതാണ്. ഐ നീഡ് യുവർ പ്രസൻസ്. കണ്ണുകളൊന്ന് അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ അടികളോടൊന്ന് ചേർന്ന് പാടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൃപ, നിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വലിയ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാനൊരു കൃപ എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണം. അല്ലാത്തിടത്തോളം കാലം നമുക്കൊരിക്കൽ പോലും മഹത്വത്തിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റാതെ പോകും. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് യേശുക്രിസ്തു നമ്മിൽ ജീവിക്കാനാണ്. അവനെ അകറ്റി നിർത്തി, അവനെ മാറ്റി നിർത്തിയും ഒരു ജീവിതം നമുക്കില്ല. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ വലിയ ബോധ്യമൊന്ന് ആഴപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കാൻ, നമ്മളെ ശ്രേഷ്ഠരാക്കുന്ന ഈ ദൈവ സാന്നിധ്യത്തെ ഒന്ന് തിരികെ പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്കായി ഒരുക്കണമേ. കർത്താവായ ഈശോയെ, വിശ്വാസികളുടെ സമൂഹത്തെ ഒരു ഹൃദയവും ഒരാത്മാവുമായി അവിടുന്ന് ഒരുക്കിയിട്ടുണ്ടല്ലോ.
ആ ഏക മനസ്സോടെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങളുടെ സാന്നിധ്യത്തെ അയച്ചു തരണമേ. നല്ല ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ സ്വഭാവത്തെ തിരിച്ചറിയുവാൻ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിലുണ്ടെന്ന് ബോധ്യം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി തരണമേ. ഏക മനസ്സോടെ ശക്തിയോടെ അങ്ങയുടെ മഹത്വത്തെ ദർശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്കൊന്ന് തിരിച്ചറിയേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് ഇപ്പോൾ പ്രാർത്ഥനയോടെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു നിയോഗം നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലമുണ്ടാകണം. ഈ നോമ്പുകാലം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, പുറമേയുള്ള അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരി ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ തിരികെ പിടിക്കാനൊരു കൃപ തരണം. ഉള്ളിലെ പ്രകാശത്തെ, ഭൂമിയുടെ ഉപ്പാണെന്നും ഭൂമിയുടെ പ്രകാശമാണെന്നും ഈശോ പറയുമ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു കൃപ, എൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യം പ്രവർത്തിക്കുന്നത് കാണാനുള്ളൊരു കൃപ, എന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല മറിച്ച് എൻ്റെ ദൈവമാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസിനെ പോലെ പറയാനൊരു കൃപ. അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ രടികൾ ഒരിക്കൽ കൂടി ഒന്ന് പാടി പ്രാർത്ഥിക്കാം. അഗ്നിച്ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനെ, ജീവനദിയായി എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി വരണമേ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അവിടുന്ന് അരുളി ചെയ്തു, തിരുനാളിൻ്റെ അവസാനത്തെ ദിവസത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ അരുവി ഒഴുകുന്നത്. ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടും. ആത്മാവ് പുറത്തുനിന്നല്ല വരും. നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിച്ച മാമോദീസായിലൂടെ സ്വീകരിച്ച ആത്മചൈതന്യം അത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കൊഴുകാൻ തുടങ്ങും. ഇങ്ങനെ പുറപ്പെടുന്ന ഒരു ഉറവയെക്കുറിച്ചാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കരങ്ങളടിച്ച് ചേർന്ന് പാടി ആത്മാവിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി ശക്തിയോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടണമേ. സ്നേഹ ചൈതന്യമേ, എന്നിൽ നിറയണമേ. കർത്താവേ, ജീവനദിയായി നീ ഒഴുകണമേ. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞുകവിയും ദൈവചൈതന്യമേ, ആത്മാവേ, ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞുകവിയും ദൈവചൈതന്യമേ, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, ഹൃദയത്തെ വന്നിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, ഹൃദയത്തെ വന്നിടുക. ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും സ്നേഹ ചൈതന്യമേ, ആത്മാവേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ, നിറഞ്ഞിടുക, കവിഞ്ഞിടുക, ഹൃദയത്തെ വന്നിടുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കവിഞ്ഞിടുക,
എൻ ഹൃദയത്തെ വന്നിടുക. യുവാക്കളിൽ ദർശനമായി, വൃദ്ധരിൽ സ്വപ്നമായി, സ്നേഹ ചൈതന്യമായി വരുന്ന കർത്താവിൻ്റെ ആത്മാവ് ജോയേലിൻ്റെ പുസ്തകം 2 പറയുന്നത് പോലെ എല്ലാ മക്കളിലേക്കും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ യുവാക്കൾ ദർശനങ്ങൾ പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ തലമുറ കർത്താവിൻ്റെ ദൂത് പ്രവചിക്കും. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങളുടെ ചൈതന്യത്തെ അയക്കണമേ. എല്ലാ മക്കളും പ്രവചിക്കുവാൻ, എല്ലാ മക്കളും ദർശനങ്ങൾ കാണുവാൻ, എല്ലാ മക്കളിലും നിത്യതയുടെ മഹത്വം ദർശിക്കാൻ ഒരു അഭിഷേകം തരണമേ. പ്രാർത്ഥിക്കുന്നു. ലോകത്തിനും അടയാളമാ സ്വർഗം തുറന്നു വരുന്നൊരാ പാദക്കളിയായേ കരമുയർത്തി നിറഞ്ഞിടുക, കവിഞ്ഞിടുക, ഹൃദയത്തെ വന്നിടുക, നിറഞ്ഞിടുക, കവിഞ്ഞിടുക, ഹൃദയത്തെ വന്നി തുള്ളിച്ചാടി നിറഞ്ഞിടുക, കവിഞ്ഞിടുക, ഹൃദയത്തെ വന്നിടുക. അത്തിച്ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, പരിശുദ്ധാത്മാവേ, ജീവനദിയായ ദൈവ ചൈതന്യമേ, ആത്മാവേ, ജീവനദിയായ ദൈവ ചൈതന്യമേ, നിറഞ്ഞിടുക, കവിഞ്ഞിടുക, ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക, കവിഞ്ഞിടുക, ഹൃദയത്തെ വന്നിടുക. പരിശുദ്ധാത്മാവേ, 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 ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് അല്പനേരം കൂടിയിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യം. നമുക്കറിയാം, നമുക്ക് ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പക്ഷെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാടാനറിയാം, ഡാൻസ് കളിക്കാനറിയാം, കൈകൊട്ടാനറിയാം, വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ പറയാനറിയാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ വിഷയം അതല്ല. ഇവിടെ വന്നിട്ട് നമ്മൾ ഒരിക്കൽ പോലും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ ഒന്ന് അനുഭവിക്കാൻ പറ്റാതെ, ദൈവം തൊടുന്നൊരനുഭവം ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും പറയാതെ എന്നെ ഒന്ന് തൊടുന്ന ഒരനുഭവം ഉണ്ടാകാതെ നമ്മൾ പോകാനാണ് വിധിയെങ്കിൽ നമ്മൾ എല്ലാ വർഷത്തെയും പോലുള്ളൊരു ധ്യാനം കൂടി പോവുകയാണ്. അതുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ധ്യാനിപ്പിക്കുന്നവരുണ്ട്, ഒരുപാട് ആൾക്കാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ അതേ ആൾക്കാരൊന്നും ഇന്ന് സ്റ്റേജിലില്ല എന്നതും സത്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നഷ്ടമായി പോകുന്നത്? നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവം തിരയുന്നത് ഒരുപിടി ആൾക്കാരെ, ദൈവത്തിന് വസിക്കാൻ ഹൃദയം ഒരുക്കുന്ന ഒരുപിടി ആൾക്കാരെ. ഇത് വലിയൊരു റിസ്ക്കാണെന്ന് നമുക്ക് കരുതി, ഇതെൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുമെന്നും എൻ്റെ സുഖങ്ങളെല്ലാം കവർന്നെടുക്കുമെന്നൊക്കെ കരുതി ഭയപ്പെട്ട് അരണ്ട് ജീവിക്കുന്ന ഒരുപിടി ആൾക്കാരാണ് നമ്മൾ. അങ്ങനെയല്ല, മറിച്ച് നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി സഹിച്ച പീഡകളും മരിച്ചതും കുത്തി നുറുക്കപ്പെട്ടതും നിനക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞതുമൊക്കെ ഈ ഒരൊറ്റ കാര്യത്തിനാണ്, ജീവൻ തരാൻ.
നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇനിമേൽ ഒരു കെട്ട മനുഷ്യനായി ആർക്ക് തോന്നരുത്. ആളുകൾ നിന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ തോന്നരുത്. നിന്നിൽ നിന്നൊരു നെഗറ്റീവ് എനർജി പുറപ്പെടുന്നതായിട്ട് അവർക്കുണ്ടാകരുത്, അനുഭവിക്കരുത്. നീ തൊട്ടാൽ ഒരു അനുഗ്രഹമാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ഇവിടെ ജീസസ് യൂത്തിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് വളരെ ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞാണ്. എറണാകുളത്തെ പട്ടണത്തിലൂടെ എല്ലാ ബുധനാഴ്ചയും എല്ലാ ശനിയാഴ്ചയും അവൾ ഒരുപിടി ചോറ്, പൊതിച്ചോറ് കെട്ടി അവളിങ്ങനെ ഒരു ബിഗ് ഷോപ്പറിൽ കൊണ്ടുപോകും, തെരുവിലുള്ള ഭിക്ഷക്കാർക്ക് കൊടുക്കാൻ. അവളിങ്ങനെ ഒരിക്കൽ പോകുമ്പോൾ ഒരു അമ്മാവൻ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അരികിലെ വീപ്പയിൽ നിന്ന് എച്ചിൽ പഠിച്ചുകൂട്ടി ചളുങ്ങിയ പാത്രത്തിലിട്ട് കൊണ്ടുപോയി കഴിക്കാൻ ശ്രമിക്കുന്ന ഒരു വളരെ ദാരുണമായ കാഴ്ച കണ്ടിട്ട് അവൾ ഓടിച്ചെന്നിട്ട് ഈ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ഈ എച്ചിൽ പിടിച്ചു മാറ്റി വെച്ചിട്ട് കയ്യിലിരുന്ന പൊതി കൊടുത്തിട്ട് പറഞ്ഞു, അമ്മാവ ഇത് കഴിക്കാൻ പറഞ്ഞു. 5-6 അസ്ഥി കഷണങ്ങൾ കൂട്ടിത്തുന്നിയ ഒരു രൂപം കണക്കി ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാൾ വിറയാർന്ന കൈകളോടുകൂടി ഈ കുഞ്ഞിനെ നോക്കിയിട്ട് ചോദിച്ചു, മോളെന്താ ഇങ്ങനെ? അപ്പോൾ ചോദിച്ചു, എങ്ങനെ? അല്ല മോളെ, ഞങ്ങൾ പിച്ചക്കാരാ, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളുടെ കൂടെ എന്തിനാ മോള് വലിയ വീട്ടിലെ കൊച്ച് ഇങ്ങനെ നടക്കണേ? അപ്പോൾ പറഞ്ഞു, ഞാനും ഒരു പിച്ചക്കാരിയാണ് അമ്മാവെന്ന്. ഞാനും പിച്ചക്കാരിയാണ്. അതെന്താ മോളെ അങ്ങനെ? അമ്മാവൻ പറഞ്ഞ പോലെ വലിയ വീടുണ്ട്, ജോലിയുണ്ട്, ഭർത്താവുണ്ട്, ബന്ധുബലമുണ്ട്, പണമുണ്ട്, പക്ഷേ കല്യാണം കഴിഞ്ഞു 6 വർഷമായി, കുഞ്ഞുങ്ങളില്ലെന്ന്. ആ അർത്ഥത്തിൽ ഞാനും പിച്ചക്കാരിയല്ലേ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ കണ്ണു നിറഞ്ഞു. ഒരുപിടി ചോറ് തിന്നതാ, തൊണ്ടയിൽ കുരുങ്ങി. അയാൾ ഈ കുഞ്ഞിനോട് ചോദിച്ചു, മോക്കൊന്നും തോന്നല്ലേ? എന്തമ്മാവ? ഞാൻ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ? അവൾ പറഞ്ഞു, പ്രാർത്ഥിച്ചോ. ഈ മനുഷ്യൻ തെരുവിൽ എഴുന്നേറ്റ് നിന്നു, എച്ചിക്കൈ തുടച്ചിട്ട് ഈ കൊച്ചിൻ്റെ നെറുകയിലേക്ക് ആ കൈ എടുത്ത് വെച്ചിട്ട് നിഷ്കളങ്കമായൊരു പ്രാർത്ഥന, അയാൾക്കറിയാവുന്ന ദൈവത്തോടൊരൊറ്റ വിളി, അപ്പാ ഹേ കുളന്തെ പാറപ്പാ, ഹേ കുളന്തെ അനുഗ്രഹിക്കപ്പാ, ഒരു കുളന്തെ കൊടപ്പാ. നിങ്ങൾക്കറിയാമോ, ഈ കൊച്ച് അടുത്ത വർഷം ജീസസ് യൂത്തിൻ്റെ ഒരു മാഗസിനിൽ ഒരു സാക്ഷ്യം കുറിച്ചിട്ടു. ഈ ദരിദ്രന്റെ നിലവിളി ആകാശമേഘങ്ങളെ തുളച്ചു കയറിയിട്ട് എൻ്റെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു. പ്രത്യേകിച്ച് ഞാൻ കൈവപ്പ് പ്രാർത്ഥനയ്ക്കൊന്നും പോയില്ല. ഇങ്ങനെ ചില ആളുകളുണ്ടെന്നേ, ദൈവത്തെ ഇവിടെ കൊണ്ടു നടക്കുന്നവർ. അവരൊക്കെ വിളിച്ചാലുണ്ടല്ലോ, അവൻ പിന്നെ അവിടെ നിൽക്കുകയല്ല, ഇറങ്ങി വരും. ഇതിൻ്റെ പേരാണ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ 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 കൊണ്ടു നടക്കും. കണ്ടാൽ വലിയ വർക്കത്തൊന്നുമില്ലെന്നേ, കോട്ടു സ്യൂട്ടൊന്നുമില്ല. പക്ഷേ ചില ആളുകൾ വിളിച്ചാൽ അവൻ ഇറങ്ങി വരും. ഇതാ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നേ, ഇങ്ങനൊരു ലോകമുണ്ടെന്നേ. ഇതിനകത്തിരിക്കുന്നൊരു 7 പേരെ അവൻ തൊട്ടിട്ടുണ്ട്. അവരെവിടെയോ ഏതോ ചില ഗ്രാമങ്ങളിൽ ഉറങ്ങിയപ്പോൾ അവൻ തട്ടി ഉണർത്തിയിട്ടുണ്ട്. ഭർത്താവല്ല, ഭാര്യയല്ല, ആരുമല്ല, അവനാ. കാരണം ആ രാത്രിയുടെ യാമത്തിൽ നിന്നെ ഉണർത്തിയത് അവനാ. കാരണം അവനറിയാം, നീ ഉണർന്ന് കൈവിരിച്ചാൽ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ അവനാകുമെന്ന്. നീ ഒന്ന് ഉണർന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, കണ്ണുനീരൊഴുക്കിയാൽ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ അവന് പറ്റും. കാരണം ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് ഇൻ യു. അങ്ങനെ ചില ആളുകളെ ഇതിനകത്ത് ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനാണ് ഈ ദിവസം ദൈവം വിളിച്ചത്. ഇത് ജീവിതത്തെ തൊടുന്ന ചില ആളുകളുടെ സ്വഭാവത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു സ്പർശനമാണ്. ഇറ്റ്സ് കോൾഡ് ഡിവൈൻ ടച്ച്. ദൈവത്തിൻ്റെ സ്പർശനം എന്നതിന് പറയുക. ദൈവ കണിക ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില ആളുകളുണ്ട്. അതിലൊന്നാകാനാ വിളി. അല്ലാതെ 90 പേരും ഇതൊന്നുമില്ലാതെ ജീവിക്കും. അതിനകത്തൊരു 10 പേരെ ദൈവം മാറ്റി നിർത്തിയ നീയും ഞാനും ഉണ്ടാകണം. അതിനാണ് മെനക്കെട്ട് 12 എന്നിവിടെ വന്ന് ഇത് പറയുന്നേ. പ്രിയപ്പെട്ടവരെ, ദൈവം നിനക്ക് തന്നിരുന്ന ആ ഒരു സ്പർശനമുണ്ടല്ലോ, അത് ഈ അക്ഷരത്താളുകളിൽ വായിച്ചു കൂട്ടുന്ന പ്രാർത്ഥനകളിലുള്ളതല്ല, മറിച്ച് അവൻ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ പേര് ഇമ്മാനുവേൽ. ദൈവം ഉറക്കെ പറ, ദൈവം
നമ്മോടുകൂടെ, നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. ഇതിനാണ് വിളി. യെശയ്യായുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഒരു വചനമുണ്ട്. യെശയ്യ 11:6 വായിക്കാമോ? അത് വചനം ഇതാണ് പറയുന്നത്: ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. എന്നാലോചിച്ച് നോക്കിയേ, നടപ്പുള്ള കാര്യമാണോ? നടപ്പില്ലാത്തൊരു കാര്യം ബൈബിളിൽ പറയില്ലെന്നേ. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് കിടക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരാളെ കാണും. ആരാ? ആട്ടിൻകുട്ടിയോ? അതെന്തൊരു കണക്കാ? ചെന്നായി അല്ലേ? പക്ഷെ ബൈബിൾ പറയാണ് ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് കിടക്കുമെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നിച്ച് എഴുന്നേക്കുമെന്ന്. നാച്ചുറൽ ഓർഡറിൽ അസാധ്യമാണ്. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് കിടക്കുമെന്ന്. സ്വാഭാവികമായ ജീവിതത്തിൽ സംഭവിക്കില്ല. പക്ഷേ ഒരു സൂപ്പർ നാച്ചുറൽ എലമുണ്ടെന്ന് എനിക്കും നിനക്കും. ഇവിടെ ചെന്നായുടെ സ്വഭാവം മാറി, ചെന്നായുടെ ക്യാരക്ടർ മാറിയെന്ന്, മാറ്റുമെന്ന്. ചെന്ന തീരുമാനമെടുത്തു, ഇന്ന് മുതൽ എനിക്ക് മട്ടൻ വേണ്ട, മുരിങ്ങിക്കാൻ മതി. അതാണ് തീരുമാനം. ക്യാരക്ടർ അനുസരിച്ച് മട്ടനാ കഴിക്കണ്ടേ. പക്ഷേ ചെന്നായുടെ സ്വഭാവം മാറിയെന്ന്. അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് ക്രിസ്ത്യാനിറ്റിയിൽ. ഇതുവരെ നിനക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് വിധി എഴുതിയ നിന്റെ സ്വഭാവം കീഴ്മേൽ മറിയുമെന്ന്. ഇതിൻ്റെ പേരാ ഡിവൈൻ ടച്ച്. എഴുതി തള്ളാൻ പറ്റട്ടെന്ന്, കളയാൻ പറ്റട്ടെന്ന്, ഇങ്ങനൊരു ലോകമുണ്ടെന്ന്. നാച്ചുറൽ വേൾഡിൽ ഇമ്പോസിബിൾ എന്ന് കരുതുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ എലമുണ്ട്. അതിന്റെ പേരാണ് ദി പ്രസൻസ് ഓഫ് ഗോഡ്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉണ്ട്. ഇത് ബോധ്യമായാൽ മതി, നീ ലോകത്തെ കീഴ്മേൽ മറിക്കും. നീ ഒരു അനുഗ്രഹമായി മാറും. നിന്നിൽ നിന്നൊരു ശക്തി പുറപ്പെടും. ഇതാണ് ഈ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? യെശയ്യാ 6:7 വാക്യത്തിൽ പറയും, ഒരു ശിശു അവയെ നയിക്കും. ഈ ശിശുവാണ് കാരണം. ഒരു ശിശു അവയെ നയിക്കും. യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം പറയും, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടുവാൻ. ഹിസ് നെയിം ഈസ് ജീസസ് ഓഫ് നസറത്ത്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു. ഇതൊരു മതത്തിലുമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരു ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കും എന്ന് പ്രോമിസ് നൽകുന്ന ഒരു മതവുമില്ല. അവരെല്ലാം ഇന്നും അന്വേഷണത്തില, ദൈവത്തെ തെരഞ്ഞുകൊണ്ട്. അവിടെയാണ് എൻ്റെ നിൻ്റെയും യുണീക്നെസ്, തനിമ, വ്യത്യസ്തത. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ ഡിവൈൻ ടച്ച് അനുഭവിക്കാതെ മിഴിപൂട്ടുന്നതിൻ്റെ അത്രയും ഗതികെട്ട ഒരു ജീവിതം. ഒരു കോടി കടമുണ്ട്, പൊത്തോരുത്തുണ്ടെന്നേ. മക്കൾ തലതിരിഞ്ഞു പോയി, പൊത്തോരുത്തുണ്ടെന്നേ. രോഗം ക്യാൻസറുമാണ്, സമാധാനം ഉണ്ടെന്നേ. പക്ഷേ ഞാനും നിങ്ങളും ഈ സത്യം അറിയാതെയാണ് മിഴിപൂട്ടാനിട വരുന്നതെങ്കിൽ, എൻ്റെ പ്രിയ ദൈവ പൈതലേ, ഇതിൽ പരം ഗതികെട്ട ഒരവസ്ഥ എനിക്ക് നിനക്കും വരാനില്ല. ഇതറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപിടി ആൾക്കാരുണ്ട്. പണ്ട് നമ്മുടെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനും ഡാൻസ് കളിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ മുള്ളും മൂർക്കനും പതിയിരിക്കുന്ന ഒറ്റയടി പാതയിലൂടെ അവരെ പിള്ളേരെയും ഒക്കത്ത് വെച്ചുകൊണ്ട് പള്ളിയിൽ വരും. പള്ളിയിൽ വന്നിട്ട് ഒരു വിളി വിളിക്കും, നെഞ്ചത്തടിച്ചുകൊണ്ട്. അത് എൻ്റെ നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു സംരക്ഷണമായി ഇന്നും കിടക്കുന്നത് കൊണ്ടാണ്. ഉള്ളത്
കൊണ്ടുപോകാതെ ഇന്നും സൂക്ഷിക്കപ്പെടുന്നേ. അവരുടെ ആ നിലവിളി അവരറിഞ്ഞൊരു വിളിയാണ്, അറിഞ്ഞൊരു വിളി. എൻ്റെ ദൈവം അവിടെ ഉണ്ട്, എൻ്റെ ദൈവം നോക്കിക്കൊള്ളൂ. ഈ കാലഘട്ടത്തിൽ നമുക്കില്ലാതെ പോകുന്നത് എല്ലാം അറിയാം, പക്ഷെ ദൈവഭയമില്ല. ഇങ്ങനൊരു സാന്നിധ്യബോധം നമുക്കില്ലാതെ പോകുന്നു. കൃപമതിയേ കൃപമതിയേ ദൈവപിതാവിൻ്റെ കൃപമതിയേ 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 ദൈവപിതാവിൻ്റെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ സങ്കടവും ഈ ദുഃഖമൊക്കെ, വിഷാദം? നമ്മുടെ മുഖം എന്തുകൊണ്ടാണെന്ന് ചിരിക്കാൻ നമ്മൾ മറന്നു പോകുന്നത്, ചിരിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്ന അടുത്തിരിക്കുന്ന ആളിനെ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, സന്തോഷത്തോടെ കൊള്ളാം. ഇങ്ങനെ ഒരു ചിരി, ഒരു സന്തോഷം നമുക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ ബൈബിൾ പറയുന്നൊരു കാര്യമുണ്ട്. സങ്കീർത്തനം 77:10, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എന്താ അത്? പരിശുദ്ധാത്മാവാണ്, ഹോളി സ്പിരിറ്റ്. The Holy Spirit is not yet manifested in you. ദൈവത്തിൻ്റെ ആത്മനിറവ്, ആത്മശക്തി ഇതുവരെ നിന്നിൽ പ്രകടമായിട്ടില്ലെന്നേ. ഇവിടുന്ന് ഈ ആത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ പറയുന്നത്, മിണ്ടല്ലേ മിണ്ടല്ലേ, വരുന്നു, മിണ്ടട്ടോ. നമ്മുടെ സാന്നിധ്യം ആളുകൾ വെറുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാം? ഒരു കെട്ട ഊർജ്ജം ഉണ്ടെന്ന്. എന്താ കട്ടിൽ ഒഴിയാത്തെന്നൊക്കെയല്ലേ ചോദിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ഒടുങ്ങിക്കിട്ടിയാൽ നമ്മൾ കരുതും നമ്മളെക്കുറിച്ച് പിന്നെ ഒപ്പീസ് ചൊല്ലിക്കൊണ്ട് ആളുകൾ കാണുമെന്ന്. മരിച്ചു കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ മറക്കുന്നൊരു ലോകമാണ്. കാരണം ഉള്ളിൽ നിന്ന് വരുന്നത് ഈ കെട്ട ഊർജമാണെങ്കിൽ നമ്മൾ ഒഴിവായി കിട്ടാനാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഇന്ന് ലോകത്തിന് വേണ്ടത് യൗവനത്തിൻ്റെ ഗ്രാമറുകൾ മാത്രമാണ്. TV തുറന്നേ, ചാനലുകൾ തുറന്നേ, പൊട്ടനെ ചട്ടനെയും ഒന്നും കാണുകയില്ല, വൃദ്ധരെയും കാണുകയില്ല. എല്ലാം കുട്ടിയിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഓടി നടക്കുന്നവർ മതി, ലോകത്തിനത് മതിയെന്നേ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞാലും നിനക്ക് നര ബാധിച്ചാലും നിന്നെ ഞാൻ കൈകളിൽ എടുക്കുമെന്ന് പറയുന്നൊരു ദൈവമുണ്ട്. അവൻ നിൻ്റെ ഉള്ളിൽ വന്നാൽ, നിൻ്റെ കൂടെ വസിച്ചാൽ ഈ ലോകം നിൻ്റെ പുറകെ വന്ന് നിൽക്കും, നിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. ഇതിനാണ് ഈ സുവിശേഷം. അല്ലാതെ 24 മണിക്കൂറും ഒരു ദൈവത്തെ പുറത്തന്വേഷിച്ച് തീർത്ഥാടനങ്ങൾ നടത്തി, വെച്ചൂട്ട് നടത്തി, പെരുന്നാൾ നടത്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ളിടത്തേക്ക് ഓടി നടന്ന് കാല് തേഞ്ഞ് ഗതികെട്ട് ജീവിച്ച് ഈ ലോകം നഷ്ടമാകരുത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ചെറിയ യാചകണമേ. ഇതറിയാവുന്ന 7 പേര് ഇതിനകത്തിരിപ്പുണ്ട്. അവരെ നോക്കിയാ പറയുന്നേ, എൻ്റെ ചെറിയ യാചകണമേ. മുമ്പന്മാർ പലരും ബിംബന്മാരാകും. സ്വർഗത്തിൽ 3 അത്ഭുതമേ ഉള്ളൂ. നീ എങ്ങനെ ഇവിടെ എത്തി? 2 ലവൻ ഇങ്ങെത്തിയില്ലേ? 3 ഞാൻ എങ്ങനെ ഇവിടെ എത്തി? 3 അത്ഭുതമേ ഉള്ളൂ സ്വർഗത്തിൽ. നീ സ്വർഗത്തിലോ? നീ ഇങ്ങെത്തിയോ? 2 അയ്യോ ബെന്നിയച്ചൻ വന്നില്ല കേട്ടോ, ഇതെല്ലാം പ്രസംഗിച്ചിട്ട്. 2ാമത്തെ അത്ഭുതം. 3 ഞാനെങ്ങനെ ഇങ്ങടെത്തിയോ? മുമ്പന്മാർ പലരും ബിംബന്മാർ. ദൈവം അളക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിലെ നിന്റെ ചൈതന്യത്തെ വെച്ച് കണ്ടാണ്. സിമ്പിൾ ചിന്തിച്ചാൽ മതി. കോവിഡ് കാലത്ത് കല്യാണം നടന്നല്ലോ, ആ 20 പേരുടെ കല്യാണം. എത്ര കല്യാണത്തിന് നിങ്ങൾ കൂടി? 50 പേരുടെ ഒരു കല്യാണം നടത്തിയില്ലേ? അയൽവക്കക്കാരും വീട്ടുകാരും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അത്രയും പ്രാധാന്യമുള്ളതേ നമുക്ക്
ആ 50 പേരുടെ ലിസ്റ്റിൽ നമ്മൾ പെട്ടിട്ടില്ലെന്ന്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയുണ്ട്, തീർന്നു. മരിക്കുന്നതിന് മുൻപ് അവൻ ഇവിടെ ഒന്ന് തട്ടിക്കിട്ടിയാൽ മതി, പിന്നെ ജീവിക്കും. ആരൊക്കെ പഴി പറഞ്ഞാലും പേ പറഞ്ഞാലും നമ്മളെ ഉപേക്ഷിച്ചാലും തള്ളിപ്പറഞ്ഞാലും പോടാ. കൃപമതിയേ കൃപമതിയേ ദൈവപിതാവേ കൃപമതിയേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 പറയും, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പൗലോസ് പറയും, ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു. ഇങ്ങനൊരവസ്ഥയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ദുഃഖമായിട്ടൊക്കെ തോന്നും നിങ്ങൾക്ക്, പക്ഷേ ഉള്ളിലല്ലെന്നേ, ഉള്ളിൽ വേറൊരവസ്ഥയുണ്ട്. It's an outward, it is not an outward reality, it's an inward reality. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലുണ്ടല്ലോ, പഴയ നിയമത്തിൽ എല്ലാം പുറത്തെ കാര്യങ്ങളായിരുന്നു. നമ്മൾ പഴയ നിയമം വിട്ട് പുതിയ നിയമം ഉള്ളിൻ്റെ യാഥാർത്ഥ്യമാ. ഇവിടെ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുതിയ നിയമത്തിലേക്ക് വന്നിട്ടില്ല. പഴയ നിയമത്തിൽ വ്യഭിചാരം എന്ന് പറയുന്നത് കിടക്ക പങ്കിടുന്നതാണ്. കൊലപാതകം എന്ന് പറയുന്നത് ഒരുത്തനെ കത്തിയെടുത്ത് കുത്തണം എങ്കിലേ കൊലപാതകമാകൂ. പക്ഷെ പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു, നീ ആസക്തിയോടെ ഒരാളെ നോക്കിയാൽ മതി, വ്യഭിചാരമാണ്. ഇറ്റ്സ് ആൻ ഇൻവേർഡ് റിയാലിറ്റി. കൊലപാതകം എന്ന് പറയുന്നത് സഹോദരനെ പോഴ എന്നൊന്ന് വിളിച്ചാൽ മതി, നീ കൊലപാതകയായി. കത്തിയെടുത്തൊന്നും കുത്തണ്ടേ. പുതിയ നിയമം ഒരു 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 ആന്തരിക യാഥാർത്ഥ്യമാണ്. ഈ ആന്തരികതയിൽ ഒരിക്കലെങ്കിലും നിന്റെ ദൈവത്തെ അനുഭവിക്കാൻ പറ്റാതെ പോയാൽ നമ്മൾ ഇന്നും പഴയ നിയമത്തിലാണ്. പ്രവൃത്തികൾ വെച്ച് നമ്മളെ ദൈവം വിധിക്കും. മറിച്ച് അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കണം. ഫീൽ ഹിസ് പ്രസൻസ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ തെരഞ്ഞു പോകുന്നതെന്നറിയാമോ? ബൈബിളിൽ ഒരു സുന്ദരമായ വചനമുണ്ട്. യേശയ്യായുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകം 8-ന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. വചനമൊന്നുറക്കെ വായിക്കും. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും, ശ്രദ്ധിക്കണേ, ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. ഇസ്രായേലിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഞങ്ങൾ മാറും. ഇനിമേൽ ഞാൻ അത്ഭുതം തിരഞ്ഞ് അടയാളം തിരഞ്ഞ് എങ്ങോട്ടും പോകണ്ട. ഞാനും എൻ്റെ വീട്ടിലുള്ള എൻ്റെ മക്കളും വീട്ടിൽ തന്നെ അത്ഭുതം അടയാളമാകുമെന്ന്. Because the Lord of Zion is living in me. സിയോനിലെ ദൈവം ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ദൈവ സാന്നിധ്യം ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നേ. ഈ സാന്നിധ്യം ഉള്ളിടം തേടി അലഞ്ഞ് നടക്കാനുള്ള വിളി അല്ല ക്രിസ്ത്യാനിറ്റി. നമ്മൾ തന്നെ ഒരു അത്ഭുതമായി മാറും. നമ്മൾ തൊട്ടാൽ അനുഭവമാണ്. നിർത്തുകയാണ്. നമുക്ക് ഒരു ചെറിയ ഒരാരാധന നടത്തി ഒരു വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മുടെ ഈ ദിവസത്തെ നമുക്ക് സമാപിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു സാന്നിധ്യമാണ് നമ്മുടെ ദൈവ സാന്നിധ്യം. നമ്മളിങ്ങനെ ജീവിച്ചിട്ട് അവസാനം നമ്മളെക്കുറിച്ച് ഒരു വചനം കൂടെ കണ്ടുകൊണ്ട് നിർത്താവുന്നതാണ്. സങ്കീർത്തന പുസ്തകത്തിലാണ്. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 82-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തെ നമ്മൾ വായിക്കാം. ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 82-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ?
ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്നു ന്യായം വിധിക്കുന്നു. ദൈവം, ശ്രദ്ധിക്കണേ, ദൈവം സ്വർഗവാസികളുടെ ഇടയിൽ സ്വർഗത്തിലിരുന്ന് ന്യായം വിധിക്കുകയാണ്. ദൈവം എന്താണ് വിധിക്കുന്നതെന്നറിയും? ദൈവം പറയുന്നത് 6-ാം വാക്യം, ഞാൻ പറയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ്. ദൈവം മനുഷ്യരെ നോക്കി പറയുകയാണ്, ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ്. ആരെ നോക്കിയാ പറയുന്നേ? മനുഷ്യരെ നോക്കി പറയാണ്. ദൈവം പറയുന്നതാണ്, നിങ്ങളാരാ? ദൈവങ്ങളാണ്. ദൈവ സാന്നിധ്യം. അടുത്ത വചനം എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. അടുത്ത വചനം, എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. ദൈവത്തിന്റെ സങ്കടം ഇതാ, എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കുന്നു. ICUയിൽ കൈയും കാലും കൂട്ടിക്കെട്ടി നമ്മളുടെ മരണം കണ്ടു കഴിഞ്ഞാൽ ദുരിതം പിടിച്ച മരണം, ഇതെല്ലാം വലിച്ചു പറിക്കും എന്നുള്ളതുകൊണ്ട് കെട്ടിയിടുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവങ്ങളെ കണക്കെയാ, പക്ഷെ വിധി മരിക്കുന്നത് മനുഷ്യരെ കണക്കെയാ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവ സാന്നിധ്യം നഷ്ടമാകരുത്. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ ആരാധന നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ശുശ്രൂഷ വിശുദ്ധ ബലിയോടുകൂടി സമാപിക്കും. എഴുന്നേൽക്കും. അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്കാരാധന. കരങ്ങൾ വീശി ആരാധന 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 അങ്ങേക്കാരാധന. മഹത്വം കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ ഞങ്ങൾ വണങ്ങുന്നു. സ്നേഹത്തോടെ കരങ്ങളടിച്ച് ചേർന്ന് പാടി ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടും. കരങ്ങളടിച്ച് പാടാമോ? ജീവൻ ജീവിതവും കർത്താവിന് നന്ദി. നന്ദി ദൈവം. സമ്പത്തുമാരോഗ്യവും ഞാൻ നിനക്കായിടുന്നു. സമ്പത്തുമാരോഗ്യവും ഞാൻ നിനക്കായിടുന്നു. ഞങ്ങൾ വീശി ആരാധന 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 അങ്ങേക്കാരാധന ആരാധന 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 അങ്ങേക്കാരാധന ആരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന 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 അങ്ങേക്കാരാധന. കരമുയർത്തി മനമുയർത്തി യേശുവിനെ നോക്കിക്കൊണ്ട് ഒറ്റ വിളി വിളിക്കാമോ? യേശുവേ ആരാധന ആരാധന ആരാധന.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധന സ്തുതി പുകഴ്ചയായിരിക്കട്ടെ. നിത്യ സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത മഹിമയുള്ള പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് കർത്താവെ അങ്ങയുടെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന് വില കുറച്ച് കാണാൻ ഇടവന്ന നമ്മുടെ ദൈവത്തിൻ്റെ ഭയം, ദൈവഭയം നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെടുത്തിയ മേഖലകൾ, നമ്മുടെ ജീവിത ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശാരീരികവും മാനസികാത്മീയവുമായ മണ്ഡലങ്ങളിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് അനുതാപത്തോടുകൂടി അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം തിരികെ തരണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി അല്പനേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയ എല്ലാ മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ കരുണ ചൊരിയാൻ സ്തുതിക്കുന്നു. കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തിയ എല്ലാ മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവെ ഇപ്പോൾ ഇറങ്ങി വന്ന് അതിനെ ക്രമപ്പെടുത്തണമേ. കരുണയോടെ വീക്ഷിക്കണമേ. എൻ്റെ ബന്ധങ്ങളെ വീക്ഷിക്കണമേ. എൻ്റെ ശരീരത്തിൻ്റെ വ്യാപാരങ്ങളെ, മനോമണ്ഡലങ്ങളെ, മനസ്സിൻ്റെ വ്യാപാരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ നീ തന്നിരിക്കുന്ന വരുമാന മാർഗങ്ങളെ, എൻ്റെ ജീവിതത്തിൽ നീ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലി സാധ്യതകളെ, എൻ്റെ പഠന മേഖലകളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ തലമുറയെ, യുവജനങ്ങളെ കർത്താവേ ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് പൊതിയണമേ. കർത്താവേ, ദുഷ്ടൻ്റെ ലോകത്ത് ദുഷ്ടശക്തികളുടെ ഇടപെടലുകളിൽ, തിന്മപ്പെട്ടവൻ്റെ വ്യയങ്ങളിൽ, അവൻ്റെ എല്ലാ ചതികളിലും പെട്ടുഴലുന്ന എല്ലാ മക്കളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. രോഗാത്മാക്കളെ, അശുദ്ധാത്മാക്കളെ, ദുരാത്മാക്കളെ, ദുഷ്ടാത്മാക്കളെ, അശുദ്ധ പിശാചുക്കളെ, ദുഷ്ടന്റെ സകല ഗണികളെ ആട്ടിപ്പായിക്കുന്ന പരിശുദ്ധാത്മ ശക്തി, പെന്തക്കോസ്തായുടെ ശക്തി, തിരുസഭയുടെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ്, തിരുരക്ത നൽകപ്പെട്ട ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളുടെ മേല്, ഞങ്ങളുടെ സ്വഭാവങ്ങളുടെ മേൽ, തഴക്കദോഷങ്ങളുടെ മേൽ, ദുശീലങ്ങളുടെ മേൽ, ഞങ്ങളുടെ തീരുമാനങ്ങളുടെ മേൽ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ മേൽ, മന്ദതകളുടെ മേൽ, മടുപ്പിന്റെ മേൽ, പിന്മാറ്റങ്ങളുടെ മേൽ, തകർച്ചകളുടെ മേൽ, തളർച്ചകളുടെ മേൽ, എതിർപ്പുകളുടെ മേൽ, കലഹങ്ങളുടെ മേൽ, അശുദ്ധിയുടെ മേൽ, വ്യഭിചാരത്തിന്റെ മേൽ, ദുർവാസനകളുടെ മേൽ, അശുദ്ധ ശക്തികളുടെ മേൽ, മ്ലേച്ഛ കാഴ്ചകളുടെ മേൽ, അശുദ്ധ വികാരങ്ങളുടെ മേൽ, ദുഷ്ടശക്തികളുടെ മേൽ, പ്രതികാരത്തിന്റെ മേൽ, വൈരാഗ്യത്തിന്റെ മേൽ, കലഹങ്ങളുടെ മേൽ, ദുർനടപ്പുകളുടെ മേൽ, മനുഷ്യഭയങ്ങളുടെ മേൽ, മരണഭയങ്ങളുടെ മേൽ, രോഗഭയങ്ങളുടെ മേൽ, മദ്യപാനത്തിന്റെ മേൽ, മയക്കുമരുന്നുകളുടെ മേൽ, ലോകമോഹങ്ങളുടെ മേൽ, നുണകളുടെ മേൽ, വ്യർത്ഥ സംഭാഷണങ്ങളുടെ മേൽ, കുറ്റാരോപണങ്ങളുടെ മേൽ, അനുസരണക്കേടിന്റെ മേൽ, അഹങ്കാരത്തിന്റെ മേൽ, അശുദ്ധ ശക്തികളുടെ മേൽ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളുടെ മേൽ, എല്ലാ എടുത്തുചാട്ടങ്ങളുടെ മേൽ, എല്ലാ പിന്മാറ്റ സ്വഭാവങ്ങളുടെ മേൽ, എല്ലാ മ്ലാനതകളുടെ മേൽ, എല്ലാ നിരാശകളുടെ മേൽ, അപകർഷതാ ബോധത്തിന്റെ മേൽ, എല്ലാ സാഡിസത്തിന്റെ മേൽ, സ്വാർത്ഥ സ്വഭാവങ്ങളുടെ മേൽ, എല്ലാ കലഹങ്ങളുടെ മേൽ, കാപഠ്യങ്ങളുടെ മേൽ, വഞ്ചനകളുടെ മേൽ, മൂർഖ സ്വഭാവത്തിന്റെ മേൽ, മൂഢ സ്വഭാവത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇറങ്ങി വന്ന് വസിക്കണമേ. ദൈവശക്തിയാൽ നിറയ്ക്കണമേ. കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പ്രത്യേകിച്ച് തലയിൽ കൈവച്ച് ജ്വരിച്ച വെള്ളം കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയം കൂടിയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ സകല മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ മോചിക്കപ്പെടും. ഞാൻ നിങ്ങൾക്ക് മാംസളമായൊരു ഹൃദയം തരും, എൻ്റെ കൽപ്പന പാലിക്കുന്നവരായി ഞാൻ നിങ്ങളെ മാറ്റും. ദൈവത്തിൻ്റെ വചനം, അത്ഭുതകരമായ സാന്നിധ്യ വചനം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. കരങ്ങളടിച്ച് ചേർന്ന് പാടി മുന്നോട്ട് വന്ന് അതേസമയം തന്നെ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ആത്മാവിൽ നിറയുവാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. യേശുവിനെ ക്രൂശില ജയാതിയേ സ്തുതിച്ചീട, യേശുവിനെ സ്തുതിക്കവർ യോഗ്യരല്ലോ. കരങ്ങളടിച്ച് ശക്തിയോടെ യേശുവിനെ ക്രൂശില ജയാതിയേ സ്തുതിച്ചീട, യേശുവിനെ സ്തുതിക്കവർ യോഗ്യരല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങീട ദൈവകുഞ്ഞാടിനെ ആരിലും എതിരെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങീട ദൈവകുഞ്ഞാടിനെ ആരിലും